സംഗമഗ്രാമ നാട്യരംഗമിതാ സംഗമഗ്രാമ നാട്യരംഗമിതാ ശതകാർത്ഥസംഗമം ആഘോഷിപ്പൂ തുംഗശോഭം തുംഗശോഭം സ്വാഗതം 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 എല്ലാവർക്കും നമസ്കാരം. ഇരിങ്ങാലക്കുട ഡോക്ടർ കെ.എൻ. പിഷാരടി സ്മാരക കഥകളി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സുവർണം സമാപന ആഘോഷ പരമ്പരയുടെ ആദ്യ ദിനം ഇന്നലെ തുടങ്ങി. കേരളത്തിൻ്റെ തനത് കലകളായ ബ്രാഹ്മണി പാട്ടും കൈക്കുട്ടിക്കളിയിലും തുടർന്ന് ഇന്ന് നടക്കാൻ പോകുന്ന രണ്ടാം ദിനത്തിൻ്റെ ആദ്യ പ്രഭാഷണമാണ്. ആമുഖങ്ങൾ ആവശ്യമില്ലാത്ത വ്യക്തിത്വം സാംസ്കാരിക മേഖലയിൽ കേരളത്തിന് പുറത്തും കേരളത്തിൻ്റെ തനത് കലകളും ക്ലാസിക്കൽ കലകളും കൃത്യമായ നിരൂപണത്തിലൂടെയും പ്രബന്ധത്തിലൂടെയും അനവധി സെമിനാറുകളും നടത്തിയ ഡോക്ടർ എം പി നാരായണൻ കലാമണ്ഡലം മുൻ വി സി ആയിരുന്നു. ആമുഖങ്ങൾ ആവശ്യമില്ലാത്ത അദ്ദേഹത്തെ സാദരം ഇന്നത്തെ പ്രഭാഷണത്തിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒരുപക്ഷെ ഭാരതത്തിലെ ഒരു ആഖ്യാന പ്രപഞ്ചത്തിൽ ഏറ്റവും പ്രചാരം കിട്ടിയിട്ടുള്ള കഥകളിലൊന്നാണ് നളകഥ, ദമയന്തി കഥ എന്ന് പറയേണ്ടി വരും. പലപ്പോഴും ശാകുന്തളമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഖ്യാനം എന്ന രീതിയിൽ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ, ഇന്ത്യൻ സാഹിത്യത്തിൻ്റെ, ഇന്ത്യൻ നാടകത്തിൻ്റെ ഒക്കെ ഏറ്റവും നല്ല പ്രതിരൂപമായിട്ട് ശാകുന്തളത്തെ പരിഗണിക്കുമ്പോഴും ശാകുന്തളത്തിന് കിട്ടിയിട്ടുള്ള പ്രചാരത്തെക്കാളൊക്കെ എത്രയോ കൂടുതൽ പ്രചാരം യഥാർത്ഥത്തിൽ നളകഥയ്ക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതിനൊരുപക്ഷെ ഒരു കാരണം എന്നത് കാളിദാസനെ പോലെയുള്ളൊരു ദുഷ്ടൻ ശാകുന്തളം നാടകമായിട്ട് എഴുതിയതോടുകൂടി പിന്നെ അതിനപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യത അടഞ്ഞുപോയോ എന്നൊരു സംശയമുണ്ട്. എന്നുവെച്ചാൽ ഏറ്റവും നിർണയാത്മകമായിട്ടുള്ളൊരു കൃതി വന്നാൽ പിന്നീട് അതിലകത്തുള്ളൊരു വികാസത്തിന് പലപ്പോഴും അത് വിഘാതമായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ കഴിയാറുണ്ട്. നളചരിതത്തിന് അങ്ങനെ സംഭവിച്ചിട്ടില്ല. മറിച്ച് പല ഭാഷകളിൽ, പല കാലങ്ങളിൽ, പല ചരിത്രഘട്ടങ്ങളിൽ നളകഥ വീണ്ടും 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 പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വിഷയം ലോക സാഹിത്യം എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ചെറിയ ഒരു അനുമാനമുണ്ട്.
ലോകം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്ത് നിൽക്കുന്നതാണ് എന്നൊരു അനുമാനമുണ്ട്. ആ അനുമാനം തിരസ്കരിച്ചുകൊണ്ട് നാമും ലോകത്തിൻ്റെ ഭാഗം തന്നെയാണ് എന്ന നിലയ്ക്കാണ് ഞാനിതിനെ കാണാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യം, ഏറ്റവും ആദ്യം എന്ന് നാം പരിഗണിക്കുന്ന നളകഥയുടെ ആഖ്യാനം വരുന്നത് മഹാഭാരതത്തിലാണ്. അത് വനപർവ്വത്തിൽ വനവാസകാലത്ത് ധർമ്മപുത്രർ ദുഃഖിതനായി ഇത്തരത്തിലൊരു വിധി തനിക്ക് വന്നുപെട്ടല്ലോ എന്ന് വ്യാകുലപ്പെട്ടിരിക്കുകയും രാജ്യം നഷ്ടപ്പെട്ട്, ചൂതുകളിയിലൂടെ രാജ്യം നഷ്ടപ്പെട്ട്, കൊട്ടാരവാസം നഷ്ടപ്പെട്ട്, നാട് കടത്തപ്പെട്ട് കാനനത്തിൽ വസിക്കേണ്ടി വന്ന ഒരവസ്ഥയിൽ തൻ്റെ ദുർവിധി ഇത്രയും കഠോരമാണല്ലോ, ഇത്തരമൊരു ദുർവിധി ആർക്കെങ്കിലും മുൻപുണ്ടായിട്ടുണ്ടോ എന്ന് ധർമ്മപുത്രർ വ്യസനിക്കുന്നു. ആ സമയത്ത് അദ്ദേഹത്തിനെ സമാശ്വസിപ്പിക്കാനായിട്ട് ബൃഹദശ്വൻ എന്നുള്ള മുനി പറഞ്ഞു കൊടുക്കുന്ന കഥയായിട്ടാണ് നളകഥ, നളോപാഖ്യാനം എന്ന നിലയ്ക്ക് മഹാഭാരതത്തിൽ വരുന്നത്. ആ കഥയിൽ യഥാർത്ഥത്തിൽ ധർമ്മപുത്രരുടെ കഥയുടെ ഒരു പ്രതിബിംബനം പോലെ, ഒരു പൂർവ്വ പ്രതിബിംബനം പോലെയാണ് നളകഥ ആവിഷ്കരിക്കപ്പെടുന്നത്. ധർമ്മപുത്രർക്ക് ഉണ്ടായിരുന്ന അവസ്ഥയും വീഴ്ചയും, ചൂതുകളിയിലൂടെ രാജ്യം നഷ്ടപ്പെടുന്നതും, നാട്ടിൽ നിന്നും വിഭാടനം ചെയ്യപ്പെടുന്നതും എല്ലാം ഏതാണ്ട് അതുപോലെ തന്നെ നളകഥയിൽ നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. പക്ഷേ രസകരമായൊരു കാര്യം എന്നത്, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതാണ് രേഖീയമായ രീതിയിൽ ആദ്യത്തെ നളകഥയുടെ ആഖ്യാനം എന്നുണ്ടെങ്കിലും ഉപനിഷത്തുകളിൽ നളൻ എന്ന ഒരു പ്രയോഗം കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. അത് നളൻ എന്നൊരു വംശത്തെയാണോ നളൻ എന്നൊരു നാമധാരിയെയാണോ എന്ന് വ്യക്തമല്ലാത്ത വിധം അത്തരത്തിൽ പല വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നളപദം ഉപനിഷത്തിൽ നമുക്ക് കാണാൻ കഴിയും. പിന്നീട് മഹാഭാരതത്തിലൊരു ഉപാഖ്യാനമായി ഇത് ചേർക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് സ്വാഭാവികമായി നാം അനുമാനിക്കേണ്ടത് മഹാഭാരതത്തിന് മുൻപ് തന്നെ ഈ കഥ പ്രചാരത്തിലുണ്ടായിരുന്നു എന്നതാണ്. കാരണം അടിസ്ഥാനപരമായി വ്യാസൻ എന്ന സങ്കല്പം തന്നെ രാമായണത്തിൻ്റെയും ഭാരതത്തിൻ്റെയും സ്വഭാവം നോക്കുകയാണെങ്കിൽ അന്ന് വാങ്മയമായി, വാചികമായി, വാക്കാൽ പറയുന്ന കഥകളായി പ്രചാരത്തിലുണ്ടായിരുന്ന പല കഥകളെയും കോർത്തിണക്കി ക്രോഡീകരിച്ചിട്ടാണ് രാമായണവും മഹാഭാരതവും വരുന്നത്. രാമായണത്തിൽ ശ്രദ്ധയോടെ നോക്കുകയാണെങ്കിൽ ബൗദ്ധജാതക കഥകൾ പലതും രൂപം മാറി, വേഷം മാറി, ഊന്നലുകൾ മാറി പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതേ സ്വഭാവം തന്നെ മഹാഭാരതത്തിലും ഉണ്ടാവുന്നുണ്ട്. മഹാഭാരതത്തിൻ്റെ ഭണ്ഡാർക്കറുടെയൊക്കെ പഠനത്തിൽ വരുന്നൊരു കാര്യം, മഹാഭാരതം ഓരോ ഘട്ടങ്ങളിലായിട്ട് വികസിച്ച് വരികയും അതിൻ്റെ ഒരു കാലഗണനയ്ക്കനുസരിച്ച് അന്യോന്യ ബന്ധങ്ങൾ തീർക്കും വിധം അന്ന് നിലനിന്നിരുന്നതും അതിനു മുൻപേ നിലനിന്നിരുന്നതുമായ കഥകളെ ഇതിലേക്ക് സന്നിവേശിപ്പിക്കുകയും ഇതിൻ്റെ ബൃഹത്തായൊരു പദ്ധതിക്കകത്തേക്ക് അതിനെ അവയെ ചേർത്തെടുക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ നളോപാഖ്യാനം എന്ന ഒരു കഥ ബൃഹദീശ്വരൻ പറയുന്നതായി വനപർവ്വത്തിൽ വരുമ്പോൾ ഒന്ന് നമുക്ക് ഊഹിക്കാം, ഈ കഥ അതിന് മുൻപുണ്ടായിരുന്നു എന്നത്. പക്ഷേ ആ കഥയുണ്ടായിരുന്നതിൻ്റെ മറ്റ് തെളിവുകൾ, രേഖീയമായ തെളിവുകൾ ഒന്നും നമുക്ക് ലഭ്യമല്ല എന്നതാണ് അതിൻ്റെ മറുവശം. ആ കഥയുടെ സ്വഭാവം നോക്കുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് വ്യക്തമാവുന്നു. യഥാർത്ഥത്തിൽ ആ നളകഥ ഭാരതത്തിൻ്റെ ഒരു രത്നച്ചുരുക്കമാണ്. ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ, അവരെ എതിർക്കുന്ന മറ്റ് വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ ബന്ധുതയിലുള്ളവരായിരിക്കാം, ബന്ധുതയിൽ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല, പക്ഷെ ബന്ധുതയിലുള്ളവരാണ്.
അവരുമായിട്ടുള്ള മത്സരത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ചൂതിൽ തോൽക്കുകയും ആ ചൂതിൽ തോറ്റതോടെ നാട്ടിൽ നിന്നും അധികാരം നഷ്ടപ്പെട്ട് പണം നഷ്ടപ്പെട്ട് എല്ലാ തരത്തിലുള്ള അവകാശങ്ങളും നഷ്ടപ്പെട്ട് വനത്തിലേക്ക് അയക്കപ്പെടുന്ന ഒരവസ്ഥ. പിന്നീട് ദീർഘമായ വനവാസത്തിന് ശേഷം ആ തിരിച്ചു വന്ന് അതേ സ്ഥാനവും മാനവും അധികാരവും രാജ്യവും വീണ്ടെടുക്കുക എന്നത്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ചൂതുകളി എന്നത് ഒരു സമയത്ത് ഒരു ഭാഗത്ത് ധാർമ്മികമായ ഒരു വിഷയമാകുമ്പോൾ തന്നെ ചൂതുകളി യുദ്ധത്തിൻ്റെ ഒരു മെറ്റഫർ കൂടിയാണ്, ഒരു രൂപകം കൂടിയാണ്. യുദ്ധം ചൂതുകളിയുടെ ഒരു മെറ്റഫറുമാണ്, അന്യോന്യം മാറ്റിവെക്കാവുന്ന ഒന്നാണ്. യുദ്ധത്തെ കളിയായിട്ട് നിയമബന്ധിതമായ ഒരു കളിയായി മാറ്റുകയും ആ യുദ്ധത്തിനെ ഒരു ചതുരക്കള്ളികളിലേക്ക് ചുരുക്കിയെടുക്കുകയും ചെയ്തിട്ടുള്ളൊരു പ്രയോഗമായിട്ടാണ് നാം ചൂതുകളിയെ കാണേണ്ടത്. അപ്പോൾ ചൂതുകളി എന്നത് അതിൻ്റെ ധാർമ്മികമായ വിഷയങ്ങൾ അപ്പുറത്ത് നിൽക്കുമ്പോൾ തന്നെ യുദ്ധത്തിലൂടെ രാജ്യം വീണ്ടെടുക്കുന്ന, മത്സരത്തിലൂടെ രാജ്യം വീണ്ടെടുക്കുന്ന അതേ പ്രക്രിയ തന്നെ ചൂതിലൂടെ നഷ്ടപ്പെടുകയും ചൂതിലൂടെ വീണ്ടെടുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ എന്ന നിലയ്ക്ക് മഹാഭാരതത്തിൻ്റെ ഒരു രത്ന ചുരുക്കമാണ് നളകഥ എന്ന് പറയാം. ധാർമ്മികമായ വിഷയങ്ങളിലേക്ക് പിന്നെ വരാം. ഒന്നും കൂടി സൂക്ഷ്മമായി നോക്കുകയാണെങ്കിൽ രാമായണ കഥയുടെയും ഒരു രത്ന ചുരുക്കമാണ് നളകഥ. കാരണം സംയോഗം, വിയോഗം, പുനഃസമാഗമം എന്ന് പറയുന്ന ഒരു പ്രമേയം, ഒരുമിച്ച് ചേരൽ, വേർപാട്, വീണ്ടും ഒരുമിച്ച് ചേരൽ. ആ വേർപാടിന് പലതരത്തിലുള്ള നിമിത്തങ്ങളുണ്ടായിരിക്കാം, ബാഹ്യശക്തികളുണ്ടായിരിക്കാം, അപഹരണമുണ്ടായിരിക്കാം, ചിലപ്പോൾ മറ്റു ചില സാഹചര്യങ്ങളിൽ സംഭവിക്കുന്നതായിരിക്കാം. എന്നിരുന്നാലും ഒരു ദീർഘമായ പ്രണയത്തിൻ്റെ, അല്ലെങ്കിൽ വൂയിങ് എന്ന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനുശേഷമുണ്ടാകുന്ന വിവാഹവും സംയോഗവും, അതിനകത്ത് കരടുകൾ വരികയും അല്ലെങ്കിൽ അതിനകത്ത് വിപത്തുകൾ പ്രവേശിക്കുകയും അവരുടെ വേർപാടിലേക്ക് അത് നയിക്കുകയും ആ വേർപാട് പ്രധാനമായും ഒരു കാടിൻ്റെ, വനത്തിൻ്റെ സാഹചര്യത്തിൽ നടക്കുകയും ആ വേർപാടിന് ശേഷം വീണ്ടെടുപ്പ് എന്നത് യുദ്ധത്തിലൂടെയോ അല്ലെങ്കിൽ ചൂതുകളിയിലൂടെയോ യുദ്ധത്തിലൂടെ നടക്കുന്ന രാമായണ കഥ തിരിച്ച് വീണ്ടും രാജ്യത്തിലേക്ക് വന്ന് രാജ്യാവകാശവും അധികാരവും കൈയാളുന്ന ഒരു രാമായണ കഥയുടെ രത്നചുരുക്കമായിട്ടും നമുക്ക് നളകഥയെ കാണാൻ പറ്റും. ഞാൻ ഇത്തരത്തിലിത് സൂചിപ്പിക്കാൻ കാര്യം, അങ്ങനെ നോക്കുമ്പോൾ നളകഥ എന്നത് വെറുമൊരു കഥയല്ല, അത് ഒരു മഹാകഥയാണ്. അതൊരു നമ്മൾ ആർച്ച് നാരറ്റീവ് എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട്. നാരറ്റീവുകളുടെ നാരറ്റീവ്, കഥകളുടെ കഥ എന്ന് പറയില്ലേ, പല കഥകളെയും ഉൾക്കൊള്ളാവുന്ന, പലതരത്തിലുള്ള സാധ്യതകളും തുറക്കാവുന്ന, പല ഊന്നലുകളും നൽകാവുന്ന, പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും നൽകാവുന്ന, അതിൽ നിന്ന് ഉരുത്തിരിച്ചെടുക്കാവുന്ന അനേകം കഥകളെ ഉള്ളടങ്ങുന്ന ഒരു മഹാ ആഖ്യാനമായിട്ട്, ഒരു ഗ്രേറ്റ് നാരറ്റീവ് എന്ന നിലയ്ക്ക് നമുക്ക് നളകഥയെ കാണേണ്ടി വരും. ഇത്തരത്തിൽ പറയാൻ കാര്യം, ഈ നളകഥയ്ക്ക് പിന്നീടുണ്ടായിട്ടുള്ള ചരിത്രം നോക്കുകയാണെങ്കിൽ സംസ്കൃതത്തിൽ തന്നെ പ്രധാനപ്പെട്ട നൈഷധം കാവ്യം എന്നുള്ളത്, അതിനുശേഷം സംസ്കൃതത്തിൽ ചമ്പുക്കളുമായിട്ടും രീതിയിൽ നളകഥ ഉണ്ടാകുന്നു. ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന നാടകങ്ങൾ, നൈഷധാനന്ദവും മറ്റും ഒക്കെ സംസ്കൃതത്തിൽ നളകഥയ്ക്കുണ്ടായിട്ടുള്ള രൂപമാറ്റങ്ങൾ അല്ലെങ്കിൽ അവയുടെ രൂപകങ്ങളായിട്ട് നമുക്ക് കാണാം. അത് സ്വാഭാവികമാണ് ഒരർത്ഥത്തിൽ. കാരണം സംസ്കൃത ഇതിഹാസമായ മഹാഭാരതത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട്, ഉപാഖ്യാനങ്ങളെ ഉപജീവിച്ചുകൊണ്ട്
ഉള്ള സംസ്കൃത കാവ്യങ്ങളും സംസ്കൃത ആഖ്യാനങ്ങളും ധാരാളം ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അതിലേറെ രസകരമായ കാര്യം എന്നത് പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ നളകഥ ഒരു പാൻ ഇന്ത്യൻ, ഒരു ബൃഹത് ഭാരതീയ ആഖ്യാനമായിട്ട് മാറുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒട്ടുമിക്ക ഇന്ത്യൻ ഭാഷകളിലും ഈ നളകഥയുടെ വേർഷൻസ്, അതിൻ്റെ പുതിയ പുതിയ വ്യത്യസ്തമായിട്ടുള്ള പല ആഖ്യാനങ്ങളും ഉണ്ടാവുന്നുണ്ട്. ആഖ്യാനങ്ങൾ എന്നത് കാവ്യമായിട്ടാണ് പലതും, ചിലത് ലഘുകാവ്യങ്ങളായിട്ടാണ്, ചിലവ നാടകരൂപങ്ങളായിട്ടാണ്, ചിലവ പാട്ടിൻ്റെ രൂപത്തിലാണ്, സംഗീതത്തിൽ വരുത്താവുന്ന പാട്ടിൻ്റെ പ്രാദേശികമായ പാട്ടുവഴക്കങ്ങളുടെ രൂപത്തിലാണ്, ചിലത് അവതരണ സാഹിത്യമായിട്ടാണ്, അത് നാടകം തന്നെ ആവണമെന്നില്ല, അല്ലാത്ത രീതിയിലുള്ള അവതരണ സാഹിത്യമായിട്ടാണ്. പക്ഷേ എൻ്റെ ഒരു ചെറിയ നോട്ടത്തിൽ ഒരു 16ഓളം നള ആഖ്യാനങ്ങൾ ഇന്ത്യയിലെ വിവിധ ഭാഷകളിലായിട്ട് ഉണ്ടായിട്ടുണ്ട്. അഹാമീസ്, ഒഡിയ, ബംഗാളി, മറാഠി, ബ്രജ് ഭാഷ, തമിഴിലൊക്കെ ഗംഭീരമായിട്ടുള്ള നളവെൻപ എന്ന് പറയുന്നത്, തെലുങ്കിൽ, ഇത്തരത്തിൽ കഥകൾ അല്ലെങ്കിൽ ആഖ്യാന രൂപങ്ങൾ നളകഥയെ ഉപജീവിച്ചിട്ട് പല ഭാഷകളുണ്ടായിട്ടുണ്ട്. ആ കഥകളെ നോക്കുമ്പോൾ ഇത് എൻ്റെ ഒരു ആരംഭ അനുമാനമായിട്ടാണ് ഞാൻ പറയുന്നത്. ഇതിന് തുടർച്ചയായിട്ടുള്ള ആദ്യ നോട്ടത്തിലുള്ളൊരു ഒരു സാഹചര്യത്തിലാണ് പറയുന്നത്. ഇനിയും ഇത് പഠിക്കാനുള്ള ശ്രമത്തിലാണ്. അത് പഠിച്ചു വരുമ്പോൾ ഇത് ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട്. പക്ഷേ ആദ്യത്തെ ഒരു നോട്ടത്തിൽ കാണുന്നത് 2 ഘട്ടങ്ങളിലായിട്ടാണ് നളകഥകൾ പ്രാദേശിക ഭാഷകളിലേക്ക് വരുന്നത്. ഒന്നാമത്തെ ഘട്ടം എന്നത് ഈ പ്രാദേശിക ഭാഷകൾ പൂർണ്ണമായ ഭാഷകളായി രൂപപ്പെട്ടു വരുന്ന ഒരു ഘട്ടത്തിൽ അതിൽ പലപ്പോഴും സംസ്കൃത കാവ്യങ്ങളെ, പ്രത്യേകിച്ച് രാമായണ ഭാരത കൃതികളെ, അവയുടെ പരിഭാഷകളോ അവയുടെ അഡാപ്റ്റേഷൻസ് എന്ന നിലയ്ക്ക് അവയെ ഉപജീവിച്ചു കൊണ്ടുണ്ടാകുന്ന, ഇപ്പോൾ എഴുത്തച്ഛൻ്റെ ഉദാഹരണം എടുത്താൽ മതി. എഴുത്തച്ഛൻ്റെ രാമായണം എന്നുള്ളത് രാമായണത്തിൻ്റെ പരിഭാഷയാണ്, എന്നാൽ അതിന് മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നീട് വരുന്ന ഭാരതത്തിലൊക്കെ പരിഭാഷ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ, അതിനെ ഉപജീവിച്ചുകൊണ്ട് മറ്റൊരു തരത്തിലുള്ള കൃതി ഉണ്ടാക്കുക എന്ന് പറയുന്ന രണ്ടും ചേർന്ന് വരുന്ന ഒരു സമ്പ്രദായം ഒരുപക്ഷെ ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും ആ 14, 15, 16 നൂറ്റാണ്ടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഭാരതത്തിൻ്റെ പരിഭാഷയായിട്ടോ ഭാരതത്തിലെ കഥകളെ പ്രാദേശികമായ ഭാഷകളിലേക്ക് സന്നിവേശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടോ പലപ്പോഴും നളോപാഖ്യാനത്തെയും അതേപോലെ തന്നെ നള കാവ്യത്തെയും നൈഷധ കാവ്യത്തെയും ഉപജീവിച്ചുകൊണ്ട് അനേകം ഇതുണ്ടാവുന്നുണ്ട്. ഇപ്പോൾ നൈഷധത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്വയംവരം വരെയുള്ളതേ നൈഷധത്തിലുള്ളൂ, ബാക്കിയുള്ള കഥ നൈഷധത്തിൽ വരുന്നില്ല. അത് പൂർത്തീകരിക്കാത്തതാണോ അതോ ആ കാവ്യത്തെക്കുറിച്ച് വലിയ ചർച്ചകൾ ഉണ്ടാവുന്നുണ്ട്. അതൊരു സമ്പൂർണ്ണ കാവ്യമാണ് എന്ന് ഒരു പക്ഷം പറയുമ്പോൾ തന്നെ അത് വലിയ ന്യൂനതകളുള്ള, കാവ്യദോഷങ്ങൾ അനവധിയുള്ള ഒരു കാവ്യമാണ് എന്നും, എന്നാൽ ആ കാവ്യദോഷങ്ങൾ കാവ്യത്തിൻ്റെ സാധ്യതകളെ അന്വേഷിക്കുന്ന ദോഷങ്ങളാണ് എന്നും അവയെ ദോഷങ്ങളായി പരിഗണിക്കേണ്ടതുണ്ടോ എന്ന മറ്റൊരു മതവും ഒക്കെ നിൽക്കുന്ന ചർച്ചകൾ നിൽക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും ഉപാഖ്യാനത്തിലെ പൂർണ്ണമായ കഥയുടെ ഒരാദ്യ ഭാഗം മാത്രം നമ്മൾക്ക് പരിചയമുള്ളൊരു ഭാഷയിൽ, നളചരിതത്തിൻ്റെ ആട്ടക്കഥയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ 1-ാം ദിവസത്തെ കഥ മാത്രമാണ് പ്രധാനമായും നൈഷധത്തിൽ വരുന്നത്. പക്ഷേ അപ്പോൾ എന്തിൽ നിന്നാണ് ഈ പ്രാദേശിക ഭാഷകളിലെ കഥകൾ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ മിക്കവാറും അത് നളോപാഖ്യാനത്തിൽ നിന്നായിരിക്കണം എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. കാരണം പൂർണ്ണമായ കഥകളാണ് വരുന്നത്. ഇത്തരത്തിൽ ഒരു പരമ്പര ആദ്യഘട്ടത്തിൽ വരുന്നു. പക്ഷെ പിന്നീട് അതിന് ശേഷം ഒരു 17, 16, 17, 18 നൂറ്റാണ്ടുകളിൽ, അല്ല 17, 18 നൂറ്റാണ്ടുകളിൽ 19ലേക്ക് വരുന്ന രീതിയിൽ ഈ നളകഥകളുടെ വീണ്ടും ഉള്ള ഒരു
ആഗമനം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വീണ്ടും നളകഥയിലേക്കുള്ളൊരു മടങ്ങിപ്പോക്ക്. ഇത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം ഒരു ഭാഷയുടെ വികാസത്തിന് വേണ്ടി സംസ്കൃതത്തെയും തമിഴിനെയും ഉപജീവിച്ചുകൊണ്ട് ആ ഭാഷയുടെ സാഹിത്യകോശത്തെ വർദ്ധിപ്പിക്കുക, വികസിപ്പിക്കുക എന്നതിൻ്റെ ഭാഗമായി ഭാരതവും രാമായണവും ഒക്കെ ഈ ഭാഷയിലാക്കുകയാണ് ചെയ്യുന്നത്. ഭാഷയിലാക്കുക എന്ന ഒരു പ്രക്രിയ നടന്നതിന് ശേഷം വീണ്ടും അതിലേക്ക് തിരിച്ചു പോകുമ്പോൾ പ്രധാനമായും 2 കാര്യങ്ങളുണ്ട് നമുക്ക് ദർശിക്കാം. ഒന്ന്, പുതിയ സാഹിത്യ രൂപങ്ങളുടെ ഉത്ഭവവുമായിട്ട് ഇത് ബന്ധപ്പെടുന്നു, സാഹിത്യ അവതരണ രൂപങ്ങളുടെ. 2, മാറുന്ന കാലത്തിനനുസരിച്ച് വരുന്ന കാലങ്ങളിൽ ഓരോ കാലവും മാറി വരുമ്പോൾ അതത് കാലം നേരിടുന്ന സമസ്യകൾക്കനുസരിച്ചുള്ള കഥകളിലേക്കുള്ള മടങ്ങിപ്പോക്ക് നാം എപ്പോഴും കാണാറുണ്ട്. എന്തുകൊണ്ടാണ് ഒരു പക്ഷേ ശൂർപ്പണഖയുടെ കഥ വീണ്ടും 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 പല ആളുകൾ ഇന്ന് വരെ തുടർന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് രാമൻ്റെ കഥയ്ക്ക് പല തരത്തിലുള്ള അതിൻ്റെ പ്രമേയത്തിൽ പല രീതികളിലുള്ള ഊന്നലുകളോടെ വീണ്ടും വീണ്ടും പറയപ്പെടുന്നത്? അവിടെയാണ് ഞാൻ ഇതിനെ ആർച്ച് നാരറ്റീവ് എന്ന് ആദ്യം പറയാൻ കാര്യം. ഓരോ കഥയിലും ഓരോ കാലവും ഓരോ കഥാകൃത്തും ഓരോ കവിയും അവരുടെ കാലത്തെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. ഈ അവരുടെ കാലത്തെ കാണാൻ ശ്രമിക്കുമ്പോൾ ആ കഥ പഴയ കഥയായിട്ടല്ല പുനരവതരിക്കുന്നത്, അതൊരു പുനഃസൃഷ്ടിയായിട്ടാണ് അവതരിക്കുന്നത്. ആ പുനഃസൃഷ്ടി എന്ന നിലയ്ക്ക് ഈ 18, 19 നൂറ്റാണ്ടുകളിൽ വീണ്ടും നളകഥയുടെ ഒരാഗമനം, പുനരാഗമനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുനഃസമാഗമം എന്ന് മറ്റേ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും, വീണ്ടും ഉണ്ടാവുന്നുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം നളകഥയെക്കുറിച്ച് പറയേണ്ടതെന്ന് തോന്നുന്നു. കാരണം ശാകുന്തളത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഖ്യാനം എന്ന നിലയ്ക്ക് ശാകുന്തളത്തിന് പോലും ലഭ്യമായിട്ടില്ലാത്ത സവിശേഷമായ ഒരു പ്രചാരം ഓരോ കാലവും നളകഥയിൽ തങ്ങളെ തന്നെ കാണാൻ ഉള്ള സാധ്യത തുറന്നു കൊടുത്തിട്ടുള്ള ഒരു കഥ എന്ന നിലയ്ക്ക് അവരുടെ സമസ്യകളും അവരുടെ ചോദ്യങ്ങളും അവരുടെ സംശയങ്ങളും പ്രതിപാദിക്കാനുള്ള പ്രമേയപരമായ വിസ്തൃതിയുള്ള ഒരു കഥ എന്ന നിലയ്ക്ക് നളകഥ നമ്മുടെ ഒരു കളക്റ്റീവ് ഇമാജിനറി എന്ന് പറയും, നമ്മുടെ ഒരു സമൂഹ മനസ്സിൻ്റെ അല്ലെങ്കിൽ സമൂഹ അബോധത്തിൻ്റെ എന്ന് പോലെ പറയട്ടെ, അബോധത്തിൻ്റെ ഭാഗമായിട്ട് അത് നിൽക്കുന്നു എന്നത് നിസ്തർക്കമായ കാര്യമാണ്. ഇതോടൊപ്പം കൗതുകകരമായ ചെറിയൊരു കാര്യം കൂടി പറയാം. പാശ്ചാത്യർ കൊളോണിയൽ കാലത്തിന് മുൻപായിട്ട് തന്നെ ഇന്ത്യയിൽ വരികയും സംസ്കൃതം പ്രധാനമാണ് എന്ന് കണ്ടെത്തുകയും ഗോയിഥയെ പോലെയുള്ള ആളുകൾ ഫോർ എ ശകുന്തള ഇൻ ദ ഫർമമെൻറ്റ് ഓഫ് ദ വെസ്റ്റേൺ വേൾഡ് എന്ന് പറഞ്ഞു. പാശ്ചാത്യ ലോകത്തിൻ്റെ വാനത്തിൽ ഒരു ശകുന്തള ഇല്ലാതെ പോയല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്ര ഭക്തിയാദരങ്ങളോടെയാണ്. ഇത്തരമൊരു റൊമാൻറ്റിക് കാവ്യം ഒരിക്കലും പാശ്ചാത്യ നാട്ടിലുണ്ടായിട്ടില്ല എന്ന് പറയും. ഗോയിഥയ്ക്ക് ശേഷം മാക്സ് മുള്ളറുടെയും മറ്റും പരിഭാഷകളൊക്കെ ആയിട്ട് സംസ്കൃതത്തിലെ കാവ്യങ്ങളും ആഖ്യാനങ്ങളും പാശ്ചാത്യ ഭാഷകളിലേക്ക്, ജർമ്മനിലേക്കും പിന്നീട് ഫ്രഞ്ചിലേക്കും അതിനുശേഷം ഇംഗ്ലീഷിലേക്കും മാറ്റപ്പെട്ടിട്ടുണ്ട്. സംസ്കൃതം ഒരു അധ്യയന വിഷയമായിട്ട് യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിച്ചു തുടങ്ങുന്നതിൻ്റെ ആദ്യഘട്ടം എന്നത് ഓക്സ്ഫോർഡിലാണ് ഉണ്ടാവുന്നത്. ആ ഘട്ടത്തിൽ ആ പഠനത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള പാഠപുസ്തകത്തിലെ ആദ്യത്തെ പാഠം നളോപാഖ്യാനമാണ്. നളോപാഖ്യാനം സംസ്കൃതവും അന്വയം ചേർത്തിട്ടുള്ള അതിൻ്റെ ഒരു സമ്മറിയോടുകൂടി, ഇംഗ്ലീഷ് സമ്മറിയോടുകൂടി ആദ്യത്തെ പാഠം നളോപാഖ്യാനമാണ്. സംസ്കൃതം പഠിച്ചിട്ടുള്ള ഏതൊരു വിദേശിയും നളോപാഖ്യാനം വായിച്ചിട്ടുണ്ടാവും, നളകഥ പരിചിതമായിരിക്കും. ഒരു ചോദ്യം വരുന്നുണ്ട്, എന്തേ നളോപാഖ്യാനം സ്വീകരിക്കാൻ കാര്യം? മറ്റെത്രയോ ലളിതമായ അല്ലെങ്കിൽ ഇത്രയും സങ്കീർണമല്ലാത്ത മറ്റെത്രയോ കഥകൾ എടുക്കാമായിരുന്നു. ശകുന്തളം തന്നെ എടുക്കാമായിരുന്നു.
അല്ലെങ്കിൽ ഉപാഖ്യാനങ്ങളിൽപ്പെട്ട എത്രയോ മറ്റ് കഥകളുണ്ടായിരുന്നു. അതിന് പകരം ഇത് വയ്ക്കുന്നത് എന്തുകൊണ്ട് എന്നത് വളരെ ഗൗരവമായ ചോദ്യമാണ്. അതാരും കൃത്യമായ ഒന്ന് ഉത്തരം പറഞ്ഞിട്ടില്ല, നമുക്ക് ചോദിക്കേണ്ട ചോദ്യമാണ്. അവിടെയാണ് ഒരു പക്ഷേ ഭാരതീയമായ ആഖ്യാന പാരമ്പര്യത്തിൻ്റെ, ആഖ്യാന സമ്പ്രദായത്തിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമായും സംസ്കൃത ഭാഷയുടെ ഏറ്റവും നല്ല ഉദാഹരണമായും പാഠമായി പഠിക്കാൻ പറ്റാവുന്ന ഒന്ന് എന്ന നിലയ്ക്ക് നളകഥയെ, നളോപാഖ്യാനത്തെ കണ്ടിരുന്നു എന്ന വാസ്തവം മനസ്സിലാവുന്നു. അത്തരത്തിൽ സംസ്കൃതത്തിൽ നളോപാഖ്യാനം ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. നൈഷധാണ് ഇവിടെ പഠിക്കുന്ന അവസ്ഥയെത്തുന്നത്. അത് എത്രയോ കഴിഞ്ഞതിന് ശേഷമാണ്. വളരെ ഉന്നതമായ തലത്തിലേക്ക് എത്തുമ്പോഴാണ് നൈഷധം പഠിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും എളുപ്പമുള്ള കാര്യമില്ല. കാരണം അതിൻ്റെ അലങ്കാര പ്രപഞ്ചവും അതിൻ്റെ ഭാഷാപ്രപഞ്ചവും അത്യന്തം സങ്കീർണമായ ഒന്നതായതുകൊണ്ട് ശ്രീരാമോദന്തം പഠിക്കുന്നതിന് പകരം നൈഷധം പഠിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. പക്ഷേ അവിടെ ശ്രീരാമോദന്തം പഠിക്കുന്നതിന് പകരം നളകഥയാണ്, നളോപാഖ്യാനാണ് സംസ്കൃതത്തിൽ പഠിച്ചു തുടങ്ങുന്നത് എന്നുള്ളൊരു കൗതുകകരമായ കാര്യം. അപ്പോൾ ആ അർത്ഥത്തിൽ നളകഥ ഭാരതത്തിന് പുറത്തേക്ക് ധാരാളം സഞ്ചരിച്ചിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ഈ വിഷയത്തിൽ നമുക്ക് ചോദിക്കാനുള്ളത് രണ്ട് രീതികളിലാണ്. ഒന്ന്, നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഈ ഒരു പരപ്പ്, ഇന്ത്യയിലുണ്ടായിട്ടുള്ളൊരു പരപ്പ് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം. ഈ പരപ്പിൽ ഓരോ പ്രാദേശിക ഭാഷകളിലും നളകഥ വീണ്ടും വീണ്ടും ആവിഷ്കരിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും അതിൽ പ്രധാനം വരുന്ന ചില പ്രമേയങ്ങളുണ്ട്. ഇതിനകത്ത് നിൽക്കുന്ന പ്രമേയങ്ങൾ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്ഥാനത്ത് നിന്നും വീഴ്ചയുണ്ടാവുന്ന, വീണ്ടും സ്ഥാനം തിരിച്ചു കിട്ടുന്ന ഒരു പ്രമേയം. രണ്ടാമത്തത് നേരത്തെ സൂചിപ്പിച്ച സംയോഗം, വിയോഗം, പുനഃസമാഗമം എന്ന് പറയുന്ന ഒരു പ്രമേയം രണ്ടാമത്തതായിട്ട്. ഇവയുടെ ഉപപ്രമേയങ്ങളായ അനുരാഗം അല്ലെങ്കിൽ സ്ത്രീ പുരുഷ ബന്ധത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, അധികാരത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, രാജാവിൻ്റെ ധർമാധർമ്മങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ചൂതുകളി അതിൻ്റെ ഒരു ഉദാഹരണമാണ്. അപ്പോൾ നളൻ്റെ കൗണ്ടർ ഫോയിലായിട്ട് വിപരീതമായി പുഷ്കരനെ പ്രതിഷ്ഠിക്കുമ്പോൾ അവിടെ എന്താണ് രാജധർമ്മം, എന്താണ് രാജ അധർമ്മം എന്നത് ഒരർത്ഥത്തിൽ കാണി. അത് ഉണ്ണായവാർ പറയുന്നുണ്ട്, ഉണ്ടാമധർമ്മവും അനൃതോദിതവും എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഇനിയിപ്പോൾ അതാണ് ഉണ്ടാവാൻ പോണത്. ഇതൊക്കെ വളരെ പ്രധാനമാണ് ആ വരികൾ എന്ന് തോന്നുന്നു. ഏതായാലും ഈ ഒപ്പോസിഷൻസ്, ഈ വൈരുദ്ധ്യങ്ങൾ, ധർമ്മം അധർമ്മം, സത്യം അസത്യം, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ, കൃത്യമായി ധാർമ്മികമായ വിഷയങ്ങൾ നളകഥയിൽ ഉടനീളം നിൽക്കുന്നുണ്ട് ഈ ഉപപ്രമേയം എന്നുള്ള നിലയ്ക്ക്. പക്ഷേ ആ നളകഥയുടെ ഒരു പ്രത്യേകത എന്നത് നമുക്ക് കറുപ്പും വെളുപ്പുമായിട്ട് ഇതിനെ ചുരുക്കാൻ പറ്റില്ല ഈ കഥാപാത്രങ്ങളെ എന്നുള്ളതാണ്. പുഷ്കരൻ കറുപ്പാണ് നമുക്ക് പറയാം, കലി കറുപ്പാണ് എന്ന് പറയാം. കാട്ടാളൻ പൂർണ്ണമായിട്ടും കറുപ്പാണോ? നളൻ പൂർണ്ണമായും വെളുപ്പാണോ? പിടികിട്ടുന്നുണ്ടല്ലോ. ഈ സങ്കീർണത അതിനകത്ത് നിൽക്കുന്നുണ്ട് ഒരർത്ഥത്തിൽ. രാമായണത്തിൽ തന്നെ ഈ സങ്കീർണത വരുന്നുണ്ട്. രാമൻ പൂർണ്ണമായും മര്യാദാപുരുഷനായ രാമൻ പല ഘട്ടങ്ങളിലും വളരെ അപമര്യാദയോടുകൂടി തന്നെ പെരുമാറുന്ന കാര്യങ്ങൾ നമുക്കറിയാം. ധർമ്മപുത്രരുടെ കാര്യത്തിലും ഈ വിഷയം വരുന്നുണ്ട്. ഏറ്റവും ധർമ്മിഷ്ഠനായ ധർമ്മജനായ ധർമ്മപുത്രർ ഏറ്റവും അധാർമികമായി സ്വന്തം ഭാര്യയെ തന്നെ, പാഞ്ചാലിയുടെ ചോദ്യം, ദ്രൗപദിയുടെ ചോദ്യം അതാണ്, അവനവനെയോ എന്നെയോ ആരെയാണ് ആദ്യം പണയമായിട്ട് വെച്ചത് എന്ന ചോദ്യം ചോദിക്കുന്നുണ്ട് ധൃതരാഷ്ട്രരോട്. സ്വയം പണയം വെച്ചൊരാൾക്ക് ഭാര്യയെ പണയം വയ്ക്കാൻ എന്താണ് അവകാശം? സ്വയം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് മറ്റൊരാളെ പണയം വയ്ക്കാനുള്ള അധികാരം നഷ്ടപ്പെടുന്നു. അതിൽ വലിയൊരു യുക്തിയുടെ ചോദ്യമുണ്ട്. ആ യുക്തിയുടെ ചോദ്യം അതിനു മുമ്പ് ശകുന്തളോപാഖ്യാനത്തിൽ ചോദിച്ച പോലെ തന്നെയാണ്. ഭർത്താവിൻ്റെ ചുമതല എന്താണെന്ന് ചോദിച്ച പോലെ തന്നെ. അപ്പോൾ ഇത്തരം സങ്കീർണതകൾ വളരെ കൃത്യമായി
നളകഥയിൽ നിൽക്കുന്നുണ്ട് എന്നത് തന്നെയാണ് ഒരു പക്ഷേ അതിനെ വീണ്ടും വീണ്ടും തിരിച്ച് അതിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയായിട്ട് വരുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നളചരിതം എന്ന മലയാളിക്ക് നളചരിതം മറന്നുകൊണ്ട് നളകഥയെക്കുറിച്ചോ ഒന്നും സംസാരിക്കാൻ സാധിക്കില്ല. ആ ഒരു നളചരിതത്തെ മുൻപിൽ വെച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ പ്രമേയപരം എന്ന അർത്ഥത്തിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ വീഴ്ച, വീണ്ടും സ്ഥാനാരോഹണം, സംയോഗം, വിയോഗം, പുനഃസമാഗമം എന്ന് പറയുന്ന പ്രമേയങ്ങൾ, സ്നേഹം, പ്രേമം എന്ന് പറയുന്ന പ്രമേയങ്ങൾ, ധർമ്മം, അധർമ്മം എന്ന് പറയുന്ന പ്രമേയങ്ങൾ നമുക്ക് ധാരാളം ലോക സാഹിത്യത്തിൽ അനവധി നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നളകഥയും മറ്റുള്ള സാഹിത്യങ്ങളിലെ ഭാഷകളിലെ കഥകളും തമ്മിൽ ഒരു സമ്പർക്കം അല്ലെങ്കിൽ ഒരു താരതമ്യത്തിന് ശ്രമിക്കുകയാണെങ്കിൽ അത് കേവലം നമുക്ക് ഈ എണ്ണം പിടിക്കാൻ മാത്രം സഹായിക്കും. ഉദാഹരണം ജെയിൻ അയർ പോലെ ഒരു നോവൽ, അതിനകത്ത് അടിസ്ഥാനപരമായി ഉണ്ടാവുന്നത് കമിതാക്കൾ തമ്മിൽ കൂടിയോജിക്കുന്നു, പിന്നെ അവർ വേർപെടുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ അവരൊരുമിച്ച് ചേരുന്നു. ഷേക്സ്പിയറിൻ്റെ കോമഡി ഓഫ് എറേഴ്സ് പോലൊരു നാടകം, അതിലും അതെ ഈ വേർപാടും മറ്റും ഉണ്ടാവുന്നു. വീഴ്ച, വീണ്ടും ഉയർച്ച എന്ന് പറയുന്നത് ആദ്യകാലം മുതൽ മറ്റേ ഗ്രീക്ക് കാലം തൊട്ടേ നമുക്ക് കാണാവുന്നത് ഈഡിപ്പസിൻ്റെ വീഴ്ചയും അതിനകത്ത് ഒരു ഉയർച്ചയുണ്ടാവുന്നത് ഈ അർത്ഥത്തിലുള്ള ഭൗതികമായ രീതിയിലുള്ള ഉയർച്ചയല്ല, അത് ജ്ഞാനപരമായൊരു ഉയർച്ചയായി താനെന്ത്, ജീവിതമെന്ത്, ലോകമെന്ത്, സത്യമെന്ത് എന്ന് തിരിച്ചറിയുന്ന അന്ധനായി തീർന്നിട്ടുള്ള ഈഡിപ്പസിന് ഉൾക്കാഴ്ച ലഭിക്കുന്ന ഒരു ഘട്ടത്തിൽ ഉള്ള ഉയർച്ചയായിട്ടാണ് അത് വരുന്നത്. അപ്പോൾ ഈ വീഴ്ച, ഉയർച്ച എന്ന് പറയുന്നതും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഉടനീളം കാണാൻ പറ്റും. വേണ്ട, ട്രോജൻ കഥ, ഹെലൻ ഓഫ് ട്രോയുടെ കഥ, സീതയുടെ തുല്യമായ കഥ, ഇപ്പോൾ രാമായണത്തിൻ്റെ പ്രതിരൂപമാണ് അല്ലെങ്കിൽ രത്നച്ചുരുക്കാണ് നളചരിതം എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഉടൻ തന്നെ അത് ട്രോജൻ കഥയെ ഹെലൻ്റെ കഥയും ആയിട്ടിതിന് സാമീപ്യം നമുക്ക് കൽപ്പിക്കാവുന്നതാണ്. പക്ഷെ ഇത്തരം സാമീപ്യങ്ങൾ അധിക പങ്കും ഈ ആഖ്യാനത്തിൻ്റെ പ്രമേയപരമായ അല്ലെങ്കിൽ അതിൻ്റെ ബാഹ്യരൂപത്തിലെ കഥാപരമായ ചില സവിശേഷതകൾ വെച്ചിട്ടുള്ള സാമീപ്യം കാണലായിരിക്കും. നളചരിതത്തെ പോലെ ഒരു കാര്യം കൂടി വിട്ടുപോയത് പറയട്ടെ. സാഹിത്യത്തിന് സമാന്തരമായി ചിത്രകലയിൽ നളകഥ ആവർത്തിച്ച് വരുന്നുണ്ട്. ഹിമാചലിലെ കാങ്ഡ പെയിൻറ്റിങ്സ്, പഹാഡി പെയിൻറ്റിങ്സ് എന്ന് പറയുന്നതിൽ കാങ്ഡ പെയിൻറ്റിങ്സ് അസാമാന്യ ഭംഗിയോടെ, സൗന്ദര്യത്തോടെ നളകഥ പൂർണ്ണമായിട്ട് വരയപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് അത് മ്യൂറൽ സ്വഭാവത്തിലാണ്, പക്ഷേ ചുമര് എന്നതിന് പകരം മറ്റ് ചില പ്രതലങ്ങളിലാണ് അത് ചെയ്യപ്പെട്ടിരിക്കുന്നത്, തോല് പോലെയുള്ള പ്രതലങ്ങളിലാണ്. അതേപോലെ തന്നെയാണ് കാങ്ഡ പെയിൻറ്റിങ്സിലും വരുന്നത്. ഏറ്റവും അടുത്ത കാലത്ത് അല്ലാ ബക്ഷ് എന്ന ഇംഗ്ലീഷ്, ഹൈദരാബാദിലും JNUവിലും ഡൽഹിയിലും ഉണ്ടായിരുന്ന ഇംഗ്ലീഷ് പ്രൊഫസർ കണ്ടെത്തുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്ത ഉദയപൂർ ചിത്രപരമ്പര എന്ന് പറയുന്ന ഒന്നിൽ ഉദയപൂർ രാജാക്കന്മാർ 2 പേർ അവരുടെ സഭയിലുണ്ടായിരുന്ന 3 or 4 തലമുറകളായിട്ടുള്ള ചിത്രകാരന്മാരെ കൊണ്ട് മഹാഭാരതം പൂർണ്ണമായി വരയിക്കുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്നുള്ളത് അത് ആ കാലത്ത് ലഭ്യമായിരുന്ന കടലാസിലാണ് എന്നുള്ളതാണ്, പേപ്പറിലാണ് അത്. അതുകൊണ്ട് തന്നെ അത് വലിയൊരു മുന്നേറ്റമാണ്. പക്ഷേ അതേസമയം അത് വലിയ നഷ്ടപ്പെടലുകളും അതുകൊണ്ടുണ്ടായിട്ടുണ്ട്. കാരണം അത് കേടുവന്നു പോവുകയും നനവ് തട്ടുകയും പലതരത്തിൽ അതിന് ച്യുതി സംഭവിക്കുകയും ചിലതൊക്കെ പൂർണ്ണമായി നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നളകഥ കൃത്യമായിട്ട് അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ചിത്രകലയുടെ ഒരു പരമ്പര നമുക്ക് കാണാം. എന്തിന് രവിവർമ്മ വരെ എത്തുന്ന, അതിന് ശേഷവും തുടരുന്ന ചിത്രകലയുടെ ഒരു പരമ്പരയുണ്ട്. പാട്ടിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പാട്ടിൻ്റെ രീതിയിലുണ്ട്, അവതരണത്തിലുമുണ്ട്. അപ്പോൾ ഒരു സാഹിത്യ ലോകത്ത് മാത്രം നിൽക്കുന്ന ഒരു കഥ എന്നതിലുപരിയായി
കലാപരമായ സകല വ്യാപാരങ്ങളിലേക്കും വ്യാപിച്ചിട്ടുള്ള ഒരു കഥയാണ് ഇത് എന്ന് വ്യക്തമാവുന്നു. നളചരിതത്തിലേക്ക് മടങ്ങുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം നളകഥ ഇന്ന് നാം നോക്കുമ്പോൾ നളചരിതം എഴുതപ്പെടുന്ന ഒരു സാഹചര്യവും നളചരിതവും ലോകസാഹിത്യവും തമ്മിലുള്ള ബന്ധം എന്ന നിലയ്ക്ക് നമ്മൾ ആലോചിക്കുമ്പോൾ ഈ കേവലമായ പ്രമേയങ്ങൾക്കപ്പുറം പോകുന്ന ഒരു സംസ്കാരത്തെ ഊന്നിക്കൊണ്ട് ആഖ്യാനവുമായി ബന്ധപ്പെട്ട, അവസ്ഥയുമായി ബന്ധപ്പെട്ട, അനുഭവവുമായി ബന്ധപ്പെട്ട, മനുഷ്യൻ എന്ന് പറയുന്ന സങ്കല്പവുമായി ബന്ധപ്പെട്ട, മനുഷ്യജീവിതം അതിൻ്റെ അർത്ഥം എന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വളരെ വളരെ കാതലായ ചില ചോദ്യങ്ങൾ നളചരിതം ചോദിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് നളചരിതം ലോകസാഹിത്യത്തിലെ മറ്റ് കൃതികളുമായിട്ട് ഒരുമിച്ച് നിൽക്കുന്നത്. പണ്ട് ഇത് ഞാൻ ഇതേ വേദിയിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ടി കെ രാമചന്ദ്രൻ എന്ന എൻ്റെ സുഹൃത്തും എൻ്റെ അധ്യാപകനുമായിരുന്ന ആൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടും ഉദ്ധരണികളിൽ തന്നെ പറയണം. നളചരിതം ഇത് ഫസ്റ്റ് ടെക്സ്റ്റ് ഓഫ് കേരളാസ് മോഡേണിറ്റി. കേരളത്തിൻ്റെ ആധുനികതയുടെ ആദ്യത്തെ പാഠമാണ്, ടെക്സ്റ്റാണ് നളചരിതം. രണ്ടാമത്തെ ഒരു നിരീക്ഷണം അതിലേറെ ഗംഭീരമാണ്. അതൊരു നോവലാണ്. സത്യമല്ലേ? എന്താണ് നോവലിൻ്റെ സ്വഭാവം? നോവലിൻ്റെ സ്വഭാവം എന്നത് നോവലിൽ കഥാകാരന് കഥ പറയാം, നോവലിൽ കഥാപാത്രങ്ങൾക്ക് അന്യോന്യം സംസാരിക്കാം, സംഭവങ്ങൾ വിവരിക്കാം, സംഭവങ്ങൾ നടക്കുന്നതായിട്ട് തന്നെ കാണിക്കാം, നാടകീയമായ മുഹൂർത്തങ്ങൾ കഥാപാത്രങ്ങളിലൂടെ വിന്യസിക്കാം, ബാഹ്യ വിവരണങ്ങൾ നടത്താം. ഈ കാവ്യാത്മകതയും നോവലിൽ സാധ്യമാണ്. കവിത എന്ന നിലയ്ക്ക് തന്നെ കാവ്യാത്മകതയും സാധ്യമാണ്. ഇത്തരമൊരു രൂപം മലയാളത്തിൽ ഇല്ലാതിരുന്ന കാലത്ത്, എന്നാൽ നോവലിൻ്റെ നാന്തി കുറിച്ച ഒരു സാംസ്കാരിക ബോധം എന്നത് പാശ്ചാത്യ നാടുകളിലും ഇതര നാടുകളിലും നോവൽ എന്നൊരു രൂപത്തിന് ജന്മം കൊടുത്ത ഒരു സാംസ്കാരിക മുഹൂർത്തം എന്തായിരുന്നോ, സാംസ്കാരിക ബോധം എന്തായിരുന്നോ, ആ ബോധത്തിന് തത്തുല്യമായൊരു ബോധം ഇവിടെ ഉളവായ സമയത്ത്, നോവൽ എന്നൊരു രൂപം ഇല്ലാതിരുന്ന സമയത്ത്, നോവലിനോട് അറിയാതെ നോവലാണ്, നോവലാകാൻ പോകുന്നു എന്നോ നോവൽ എന്ന ഒരു രൂപത്തെക്കുറിച്ച് സങ്കല്പമോ ഇല്ലാതെ ഒരു പ്രാക് നോവൽ എന്ന് പറയാമല്ലോ, പ്രീ നോവൽ എന്ന നിലയ്ക്ക് നോവലിൻ്റെ എല്ലാ അംശങ്ങളും ഉൾച്ചേരുന്ന ആട്ടക്കഥയാണ് ഉണ്ണായി വാര്യർ ഉപയോഗിക്കുന്നത്. ആട്ടക്കഥയിൽ ഈ പറയുന്നത് എല്ലാ നാരറ്റീവ് ഡിവൈസസും പോസിബിളാണ്. ശ്ലോകമുണ്ട്, കഥ പറയാം, വിവരണം നടത്താം, ദണ്ഡകമുണ്ട്, അത് നിൽക്കട്ടെ, ദണ്ഡകങ്ങളുണ്ട്, ചൂർണികകളുണ്ട്. ഇതിലൊക്കെ ഈ ആട്ടക്കഥാകാരന് നോവലിസ്റ്റിനെ പോലെ വന്നിട്ട് കഥ പറയാനുള്ള സാഹചര്യം അതിനകത്തുണ്ട്. കഥാപാത്രങ്ങൾ തമ്മിൽ ഇടപഴകലുണ്ട്, ആക്ഷൻ ഉണ്ട്, ശരിക്കും ഗൗരവമായിട്ടുള്ള ആക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ചൂതുകളി എന്ന് പറയുന്നത് ശരിക്കുള്ള ആക്ഷനാണ്, യുദ്ധമാണ്. അത് യുദ്ധത്തിന് സമാനമായതാണ്. അല്ലെങ്കിൽ കാട്ടാളനും ദമയന്തിയും തമ്മിലുള്ള സമ്പർക്കം, അവരുടെ ആ രംഗം എന്ന് പറയുന്നത് വ്യക്തമായ ആക്ഷനാണ്. അപ്പോൾ ബാഹ്യമായിട്ടുള്ള ആക്ഷനുണ്ട്. അതിനേക്കാൾ പ്രധാനമായി ആന്തരികമായ ആക്ഷനുണ്ട്. നോവൽ തുറന്നു വച്ചത് ഈ ആന്തരികമായ ഒരു പ്രപഞ്ചത്തെയാണ് എന്നുണ്ടെങ്കിൽ, പുറമേ നടക്കുന്ന കാര്യങ്ങളോടൊപ്പം തന്നെ അകമേ നടക്കുന്നതെന്തോ, അകമേ ചലിക്കുന്നതെന്തോ, ചരിക്കുന്നതെന്തോ, അതിനെ തുറക്കാനാണ് നോവൽ ശ്രമിച്ചത് എന്നുണ്ടെങ്കിൽ, ആട്ടക്കഥ എന്ന രൂപത്തിലൂടെ അതുവരെ ആട്ടക്കഥയിൽ ആരും ശ്രമിച്ചിട്ടില്ലാത്ത ഈ അകംകഥ, നമുക്ക് പുറനാനൂരും അകനാനൂരും ഉള്ള പോലെ ഇത് അകംകഥ പറയാനുള്ള ഒരു മാധ്യമമായി ആട്ടക്കഥയെ ഉണ്ണായി വാര്യർ മാറ്റിയെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സ്വഭാവം. അവിടെ തന്നെയാണ്. അതുകൊണ്ടാണ് ഡോക്ടർ രാമചന്ദ്രൻ ഇത് ആധുനികതയുടെ ആദ്യത്തെ പാഠമാണെന്നും അതൊരു നോവലാണ് എന്ന് പറഞ്ഞു. നോവലാണ് അങ്ങനെ ധരിക്കരുത്. നോവലാണെന്ന് പറഞ്ഞാൽ അത് നോവലിൻ്റെ സ്വഭാവം കൈ വരുന്നു എന്നുള്ളതാണ്. ഈ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ എന്താണ് നളചരിതത്തെ വ്യത്യസ്തമാക്കുന്ന ഘടകങ്ങൾ? അനേകമുണ്ട്.
സംശയമില്ലാത്ത കാര്യമാണ്. അത് ഏതിലേക്ക് ചുരുക്കാൻ പറ്റില്ല. പക്ഷേ 3 കാര്യങ്ങൾ മാത്രം പ്രധാനമായിട്ട് എടുക്കട്ടെ. അത് പ്രമേയപരം എന്ന് പറയുന്നോ അതോ വിഷയം എന്ന രീതിയിൽ അതിനെ പ്രതിപാദിക്കണോ അതോ ഇതിൻ്റെ ഒരു സങ്കല്പന ഭൂമികയിൽ നിൽക്കുന്ന ആശയം എന്ന് വിളിക്കണോ ബുദ്ധിമുട്ടാണ്. അതിനെ എങ്ങനെ തന്നെ വിളിച്ചാലും അതിൽ പ്രധാനപ്പെട്ട് വരുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, എന്താണ് യാഥാർത്ഥ്യം എന്നൊരു ചോദ്യം. നാം കാണുന്നതാണോ യാഥാർത്ഥ്യം? കാണുന്നതാണോ സത്യം? അതോ അതിനപ്പുറമോ അതിന് കീഴെയായോ അതിനുള്ളിലായോ ഉള്ള മറ്റൊരു യാഥാർത്ഥ്യമുണ്ടോ? ആ യാഥാർത്ഥ്യം അറിയാൻ നമുക്ക് വഴിയുണ്ടോ? പ്രത്യക്ഷമായതാണോ സത്യം? പരോക്ഷമായതാണോ സത്യം? അതോ അപ്രത്യക്ഷമായി നിൽക്കുന്നതാണോ സത്യം എന്ന ചോദ്യം നളചരിതത്തിലുടനീളം വരുന്നു. ആലോചിച്ചാൽ മതി. ആലോചിക്കുമ്പോൾ ഒന്നാമത്തെ നിലയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത് നളൻ്റെ രൂപമാറ്റം. കാർക്കോടകനാൽ ദംശിക്കപ്പെട്ട് നളൻ ബാഹുകനായി മാറുന്ന കുറിയ കൈകളുള്ള വൈരൂപ്യമുള്ള ഒരാളായിട്ട് മാറുന്നതോടുകൂടി അതാണ് എങ്ങാനുമുണ്ടോ കണ്ടു തുങ്കാനുഭാവനാം നിൻ ചങ്ങാതിയായുള്ളവനെ എന്ന് ചോദിക്കണത്. ഈ തുങ്കാനുഭാവനാം നിൻ ചങ്ങാതി, ഈ ചങ്ങാതി അപ്പുറത്താണോ അതോ ഇതിനകത്താണോ? എവിടെയാണ് ഇതിൻ്റെ ധ്വന്യാത്മകത എന്ന് പറയുന്നത്? നമുക്ക് തൊട്ട് അടുത്ത് ചെല്ലാൻ പറ്റാത്ത ധ്വന്യാത്മകതയാണ് യഥാർത്ഥത്തിൽ. അതും ധ്വന്യാത്മകമായിട്ടാണ് ചോദിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള നീ എവിടെ എന്നാണ് ചോദ്യം. പക്ഷെ ചോദിക്കുന്നത് നീ എവിടെ എന്നല്ല, നിൻ്റെ തുല്യനായവനെവിടെ, നിനക്ക് സമനായവനെവിടെ. അപ്പോൾ ഞാൻ എന്ന് പറയുന്നതിൽ തന്നെ ഞാനുമുണ്ട്, മറ്റൊരു ഞാനുമുണ്ട്. ആ മറ്റേ ഞാനെവിടെ? ഇതാണ് ചോദ്യം. അപ്പോൾ വേഷപ്രച്ഛന്നത എന്നത് വേഷം മാറൽ, കഥകളിയിൽ വേഷം മാറലാണ്. കറുത്തതായിട്ടാണ് വരുന്നത്. കയ്യിലും മുഖത്തും കടുപ്പിച്ച പച്ചയാണ് വരുന്നത്. ഈ കടുപ്പിച്ച പച്ചയായിട്ടുള്ള ബാഹുവിൻ്റെ ആ ഒരു വേഷം കഥയിൽ പറയുമ്പോൾ കുറുകിയ കൈകളും വൈരൂപ്യമാണ്ട ഒരു 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 പ്രത്യക്ഷമാണ് കാണുന്നത്. പക്ഷേ അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഒന്നാം ദിവസത്തിന് ശേഷമുള്ള ഉടനീളം കഥയിൽ ഉടനീളം എന്താണ് ഒന്നാം ദിവസത്തിൽ ചൂതുകളി തൊട്ടിട്ട്, അതും പറയണം, അല്ല അതും തെറ്റാണ്, ഹംസം തൊട്ടിട്ട് ഏതാണ് ശരി? ഈ ഹംസം എന്താണ്? ഈ ഹംസമാണ് എന്ന് വിചാരിച്ച് ചെന്ന് നോക്കുമ്പോൾ ഇത് സാധാരണ ഹംസമല്ല. നല്ല മലയാളം പറയണ ഹംസം, അതോ സംസ്കൃതമോ ഏതായാലും ഭാഷ സംസാരിക്കുന്ന ഹംസം. സ്വർണവർണ്ണമാവന്നമാണ്. ഈ പുറമെയുള്ള സ്വർണവർണ്ണത്തിനെ പൂർണ്ണമായി മറ്റൊരു സ്വഭാവം കൊടുത്തുകൊണ്ട് അകമേ സ്വർണമുള്ള ആളാണ് ഹംസം. അത് ഭാഷയുടെ സ്വർണമാണ്. ആ ഭാഷ ഉപയോഗിക്കാൻ കഴിയുന്നു. അതുവരെയും അങ്ങനെ ഒരു ഹംസത്തെ നളനല്ല നമ്മൾ ആരും കണ്ടിട്ടില്ല. ഇത് ഹംസമാണോ? ഇതിനു ശേഷം ഓരോ ഘട്ടത്തിലും ഈ എന്താണ് യാഥാർത്ഥ്യം, എന്താണ് അയഥാർത്ഥം എന്ന ചോദ്യം ഉടനീളം വന്നുകൊണ്ടിരിക്കുന്നു. ചൂതുകളിയിൽ അതിലെ അക്ഷങ്ങളിൽ കരുക്കളിൽ അത് കരുക്കളല്ല, മറിച്ച് അതിനകത്ത് കലി പ്രവേശിക്കുന്നു. നളനകത്ത് അതിനു മുന്നേ തന്നെ കലി പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നു. ദ്വാപരനാണ് മറ്റേ ഇതിൽ വരുന്നത്. അവയ്ക്ക് അവയുടേതായ ഒരു സ്വാതന്ത്ര്യം, നളനെ തോൽപ്പിക്കുമാറ് സ്വയം പെരുമാറാനുള്ള ശേഷി അവ കൈവരിക്കുന്നു. പുഷ്കരൻ അല്ല കളിക്കുന്നത്. പുഷ്കരനാണ് കളിക്കുന്നത് എന്ന് തോന്നുമ്പോഴും പുഷ്കരനല്ല കളിക്കുന്നത് വേറെ 2 പേരാണ്. പിന്നീട് നാട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട്
അന്നത്തിനോ ഭക്ഷണത്തിനോ വകയില്ലാതെ സ്വന്തം വസ്ത്രം എടുത്ത് പറന്നു പോകുന്ന പക്ഷികളെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ആ വസ്ത്രവും കൊണ്ട് പറന്നു പോകുന്ന ആ പക്ഷികൾ പറയുന്നു, ഞങ്ങൾ യഥാർത്ഥത്തിൽ പക്ഷികളല്ല, കരുക്കളാണ് എന്ന് പറയുന്നു. ഉടനീളം ഇത് നിൽക്കുന്നുണ്ട്. പ്രച്ഛന്നമായ ഒരു പ്രത്യക്ഷവും അതിന് പിറകിൽ നിൽക്കുന്ന ഒരു സത്യവും. ആ സത്യം എന്ത് എന്നറിയാൻ ഉള്ള ആകാംക്ഷ, വെമ്പൽ, ശ്രമം, പരാജയം. അതിൻ്റെ ഏറ്റവും മകുടോദാഹരണമായിട്ടാണ് ദമയന്തി ചോദിക്കുന്നത്, നേരെ ആര് ചൊല്ലുന്നത്, അമ്മയോ? ആരാ അമ്മ? പ്രകൃതിയാണോ? ജന്മം കൊടുത്തവളാണോ? ജീവിതമാണോ? ഈശ്വരനാണോ? ഈശ്വരനാവാൻ വഴിയില്ല. എന്നുവെച്ചാൽ ഒന്നാമത്തെ ദിവസത്തിൽ തന്നെ ഈശ്വരന്മാരെ മുഴുവൻ പുറത്താക്കി. ഈശ്വരന്മാരെ 4 പേരെയും മറ്റേ VKൻ്റെ ഭാഷയിൽ പാദരേണുക്കൾ നിലത്ത് മുട്ടിച്ച് പുറത്തേക്ക് വിട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈശ്വരന്മാരാൽ നിർണയിക്കപ്പെട്ട ഒരു ലോകം എന്ന നളോപാഖ്യാനത്തിലെയും നൈഷധത്തിലെയും സൂചനകളെ മാറ്റിക്കൊണ്ട് മറ്റൊരർത്ഥത്തിൽ വിധാതാക്കൾ തങ്ങളാണ്, മനുഷ്യരാണ് എന്ന് പറയുന്ന ഒരു ബോധത്തിലേക്ക് നളചരിതം വരുന്നു. ആ ബോധം വരുന്നതോടെയാണ് ഈ ജ്ഞാനപരമായ ചോദ്യങ്ങൾ ഓരോന്നും വരുന്നത്. മനുഷ്യരല്ല, ദൈവങ്ങളല്ല, ഈശ്വരന്മാരല്ല, ഞങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ വിധിയെ, ഞങ്ങളുടെ ഭാവിയെ, ഞങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന എന്ന ഒരു ആധുനിക സങ്കല്പം. മനുഷ്യൻ ലോകത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നു എന്ന ഒരു ആധുനികമായ സങ്കല്പം വരുമ്പോൾ സ്വാഭാവികമായി വരുന്ന ചോദ്യമാണ്, എന്താണ് യാഥാർത്ഥ്യം? എനിക്കതറിയാൻ കഴിയുമോ? അതിനെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുമോ? അതിനെ എനിക്ക് മാറ്റിയെടുക്കാൻ കഴിയുമോ? എൻ്റേതാക്കി പരിവർത്തിപ്പിക്കാൻ കഴിയുമോ എന്ന ചോദ്യം വരുന്നത്. അല്ല, ഈശ്വരന്മാരാണ് ഇതിന് മുഴുവനും വിധാതാക്കൾ നിർണ്ണയിക്കുന്നവർ എന്നുണ്ടെങ്കിൽ ഈ ചോദ്യം നമുക്ക് ചോദിക്കേണ്ട കാര്യമില്ല, ചോദിക്കാൻ പറ്റില്ല, നമുക്കറിയാൻ പറ്റില്ല. അജ്ഞേയമാണത്. അത് അജ്ഞേയമായതുകൊണ്ട് തന്നെ ഈശ്വരന്മാർക്ക് അറിയുന്നതായതുകൊണ്ട് നമുക്ക് ആ ചോദ്യം ചോദിക്കേണ്ട സമാധാനമുണ്ട്. ഇതാണ് ഈ ഭക്തി ഉണ്ടാവണതിൻ്റെ ഒരു ഗുണേ. ഭക്തി ഉണ്ടെങ്കിൽ വലിയ സമാധാനമുണ്ട്. എന്നുവെച്ചാൽ നമ്മൾക്ക് ചുമതലയില്ല, അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്താൽ മതി, നമ്മൾക്ക് സമാധാനമായിട്ടിരിക്കാം. എന്തായാലും നമ്മുടെ എല്ലാ ചുമതല. പക്ഷെ നമ്മൾ ഭക്തി ഇല്ലാണ്ട്, ഭക്തി എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥത്തിൽ വിശ്വാസം ഇല്ലാതെ വന്നാൽ ജീവിതം വലിയ ബുദ്ധിമുട്ട് വരും. കാരണം ഇതിൻ്റെ മുഴുവൻ ചുമതലക്കാർ നമ്മളാണ്. ചോയ്സ് എന്ന് പറയുന്ന, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന, സ്വയം നിർണയം എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതോടുകൂടി ഉത്തരവാദിത്തം നമുക്കുണ്ടാവുന്നു. ഇവിടെയാണ് എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് യാഥാർത്ഥ്യം, എന്താണ് അയഥാർത്ഥം എന്ന ചോദ്യം വീണ്ടും വീണ്ടും വരുന്നത്. ഒന്നാമത്തത്. രണ്ടാമത്തെ കാര്യം, ഒരുപക്ഷേ മലയാള സാഹിത്യത്തിൽ ആദ്യമായിട്ടായിരിക്കും അനുരാഗം എന്നൊരു സങ്കല്പം വരുന്നത്. അത് നളചരിതത്തിലാണ്. നമുക്ക് ശൃംഗാരമുണ്ട്, ധാരാളമുണ്ട്. ശൃംഗാരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ഭാവമാണോ, വികാരമാണോ, അതോ അത് അവതരണപരമായ സാങ്കേതികമായ ഒരു പ്രവൃത്തിയാണോ, അത്തരത്തിലുള്ളൊരു നിലയാണോ? യഥാർത്ഥ ജീവിതത്തിൽ കഥകളിയിലും കൂടിയാട്ടത്തിലും അഭിനയിക്കുന്ന പോലെയുള്ള ശൃംഗാരമായിട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം ആകെ അപകടവും. അല്ല, അവതരണം ഒരിക്കലും യഥാർത്ഥ ജീവിതമല്ല എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആ അർത്ഥത്തിൽ സാഹിത്യവും ഒരിക്കലും യഥാർത്ഥ ജീവിതമല്ല. അത് ഭാവനാസമ്പുഷ്ടമായ മറ്റൊരു ലോകത്തെ സൃഷ്ടിക്കലാണ്. അതിന് യഥാർത്ഥ ജീവിതവും ലോകവുമായി ബന്ധമുണ്ടായിരിക്കാം, പക്ഷെ അതിലേക്ക് ചുരുക്കാൻ കഴിയുന്നതല്ല. അതിൻ്റെ പ്രതിരൂപമായിട്ടോ, മിറർ റിഫ്ലക്ഷൻ എന്നൊക്കെ പറയും, അതിൻ്റെ പ്രതിരൂപമായിട്ടോ അതിൻ്റെ പ്രതിനിധാനമായിട്ടോ മാത്രം കാണുന്നത് വലിയ അപകടകരമായിരിക്കും. പക്ഷെ അപ്പോഴും ജീവിതത്തിൽ തന്നെ സ്ഥാനവുമായി ബന്ധപ്പെട്ട്, സമുദായവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ കൺവെൻഷനൽ ആയിട്ടുള്ള ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിനപ്പുറം പോകുന്ന വിധം വ്യക്തികളായി അന്യോന്യം സ്നേഹിക്കുന്നവർ, കാമിക്കുന്നവർ, അത് ശൃംഗാരത്തിലെ കാമമല്ല, ഞാൻ മറ്റേ ഈ സംഭോഗ ശൃംഗാരത്തിലെ
രീതിയിലുള്ള കാമമല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് അത്തരമൊരു അനുരാഗത്തിൻ്റെ സാധ്യത ഒരുപക്ഷെ ആദ്യം വരുന്നത് മലയാള സാഹിത്യത്തിൽ ആദ്യം വരുന്നത് നളചരിതത്തിലായിരിക്കും. ആ വരിയൊന്ന് കേട്ടു നോക്കൂ. പ്രേമാനുരാഗിണി ഞാൻ വാമാരമണീയ ശീല. വേറെ ഏതെങ്കിലും ഇതിലിങ്ങനെ ഉപയോഗിക്കപ്പെടുന്നുണ്ടോ? പ്രേമാനുരാഗിണി ഞാൻ വാമാരമണീയ ശീല. ആ സ്നേഹത്തിൻ്റെ, അനുരാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം എന്നത് ഇത് കേവലം ശരീര അധിഷ്ഠിതമല്ല എന്നതാണ്. പലപ്പോഴും കഥകളിയിലെ, ആട്ടക്കഥകളിലെയും എന്തിന് കൂടിയാട്ടത്തിലെ വരെ സ്ത്രീ പുരുഷ വിവരണങ്ങൾ ആത്യന്തികമായി ശരീരനിഷ്ഠമാണ് എന്നുണ്ടെങ്കിൽ നോക്കിക്കാണലിൻ്റെ ശ്രദ്ധിച്ചാൽ മതി. കൂട്ടുവേഷമായിട്ടുള്ള സ്ത്രീവേഷത്തെ നോക്കിക്കാണുന്ന സമ്പ്രദായം, അവിടെ ഒരു മനസ്സില്ല. അവിടെ ആ കഥാപാത്രത്തിന് തനതായ സ്വന്തമായ ഒരു മനസ്സ് എന്ന സങ്കല്പമില്ല, മറിച്ച് ഒരു ശരീരമായിട്ടാണ് അവിടെ കാണുന്നത്. പക്ഷെ ദമയന്തി, നളന് ദമയന്തിയോ ദമയന്തിക്ക് നളനോ ഇത്തരം ശരീരങ്ങൾ മാത്രമല്ല എന്നതാണ് രസം. ദമയന്തിയുടെ വിവരണങ്ങളൊക്കെ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ അവയിലെല്ലാം നമ്മൾ ഈ സാധാരണ മാർക്കറ്റ് ഭാഷയിൽ ഒരു സർപ്ലസ് ഉണ്ട്, ഒന്ന് അതിക്രമിച്ചു പോകുന്നുണ്ട്. ഹേമാമോദസമ എന്ന് പറയാം. സ്വർണത്തിന് സുഗന്ധം ഉണ്ടാവുന്ന പോലെ ഭീമനരേന്ദ്രസുത സാമരധാമവധൂമത ഭൂമ വിരാമത കോമളിമ. അപ്സര സ്ത്രീകളുടെ, സ്വർഗസ്ത്രീകളുടെ അവരുടെ അഹങ്കാരത്തിന് അറുതി വരുത്തുന്നവളാണ്. എന്തുകൊണ്ട്? അവളുടെ സൗന്ദര്യം കൊണ്ട്. ഒരർത്ഥത്തിൽ ഈ മെറ്റഫറുകളിലൂടെ, രൂപകങ്ങളിലൂടെ ദമയന്തിയുടെ സൗന്ദര്യം വർണ്ണിക്കുമ്പോൾ അത് ആശയലോകത്താണ് അത് നിൽക്കുന്നത്. അല്ലാതെ ഭൗതികമായ ഒരു ശരീരത്തിൻ്റെ വടിവുകളോ വളവുകളോ വെച്ചിട്ടല്ല അവിടെ ഈ വിവരണങ്ങൾ നടക്കുന്നത്. മാത്രമല്ല പിന്നീട് ചോദിക്കുന്നുണ്ട്, നളൻ ചോദിക്കുന്നുണ്ട്, ഇവൾക്ക് എന്നോട് പ്രേമം ജനിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് വരി? കന്ദർപ്പൻ വേണമല്ലോ, കന്ദം ജനിപ്പല്ല. അതിനും ആദ്യത്തെ വരി ആണിന് പെണ്ണിനോട്, പെണ്ണിനൊരാണിനോട് പ്രേമം ജനിപ്പതിന് കന്ദർപ്പൻ വേണമല്ലോ. ഈ പ്രേമം ജനിക്കുക, പെണ്ണിനൊരാണിനോട് പ്രേമം ജനിക്കുക, കാമമല്ല അവിടെ വരുന്നത്, പ്രേമമാണ്, മാനസികമായ സ്നേഹമാണ്, അടുപ്പമാണ്. അതിൽ ശാരീരികമായ ബന്ധത്തിൻ്റെ സാധ്യതകളെ നിരാകരിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷേ അതും ഉൾക്കൊള്ളുന്ന, എന്നാൽ അതിലേക്ക് മാത്രം ചുരുക്കാൻ കഴിയാത്ത ഒരു ഭാവുകത്വത്തിൻ്റെ തലം അവിടെ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അനുരാഗം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ശാകുന്തളത്തിൽ നോക്കിയാൽ പോലും ഇതൊരു കടുത്ത വിമർശനമായിരിക്കും. ശാകുന്തളത്തിൽ അനുരാഗത്തെക്കുറിച്ചുള്ള സൂചനയുള്ളപ്പോൾ തന്നെ ശാകുന്തളത്തിൽ നോക്കിയാൽ പോലും ഈ ശരീരനിഷ്ഠത എന്നത് ഉടനീളം നമുക്ക് കാണാൻ പറ്റും. ശകുന്തളോപാഖ്യാനത്തിൽ അതിലേറെ ശക്തമായിട്ട് ഇത് കാണാൻ പറ്റും. കാരണം വിസ്തൃതമായ അരക്കെട്ടോടുകൂടിയവൾ എന്ന് പറയുമ്പോൾ തന്നെ പ്രസവിക്കാനും കുട്ടിയെ പ്രസവിക്കാൻ കഴിവുള്ള ഒരുവളാണ്. അതുകൊണ്ട് അവനവന് പുത്രന്മാരുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്ന, വളരെ ആധുനിക ഭാഷയിൽ പറയുകയാണെങ്കിൽ സെക്സിസ്റ്റ് ആയിട്ടുള്ള, ഈ ആധുനികമായ രീതിയിലൊക്കെ വ്യാഖ്യാനിക്കുന്നതിൽ ചില അപകടങ്ങളുണ്ട് എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ധാരാളം കണ്ടുവരുന്നൊരു കാര്യമാണ്. അത് നിൽക്കുമ്പോൾ തന്നെ ഇത്തരമൊരു സ്വഭാവം അതിൽ കാണുന്നുണ്ട്. ഇത് രണ്ടാമത്തത് അനുരാഗത്തിൻ്റെ. മൂന്നാമത്തത് ഞാൻ എന്ന ബോധം. ഒരുപക്ഷെ ഈ ഞാൻ, അഹം, ഞാൻ പറഞ്ഞ അഹം ബോധം എന്നർത്ഥത്തിലല്ല, ഒരുപക്ഷെ
വ്യക്തി എന്ന് പറയുന്ന ഒരു സങ്കല്പം, ഞാൻ എന്ന് പറയുന്ന ഒരു ബോധം മലയാള സാഹിത്യകൃതികളിൽ ആദ്യമായിട്ട് വരുന്ന കൃതിയായിരിക്കും നളചരിതം. ഇവിടെയാണ് ഞാൻ എന്ന് പറയുന്നത് രാവണൻ്റെ മറ്റേ വരങ്ങൾ മേടിച്ച ഏകനെന്നാലും പോരും എന്ന് പറയുന്ന ഒരു ഞാനല്ല. അത് ഉള്ളിൽ സംഘർഷങ്ങളുള്ള, സംശയങ്ങളുള്ള, ആകാംക്ഷകളുള്ള, ഭയമുള്ള, അവളെ നഷ്ടപ്പെടുമോ തിരിച്ചു കിട്ടുമോ, അവൾക്ക് എന്ത് സംഭവിച്ചുവോ ആവോ, അവൾ എന്നെ ചതിക്കുമോ ചതിക്കാതിരിക്കുമോ, ഇത്തരത്തിൽ നിരന്തരം ആന്തരികമായ ഒരു ഡിബേറ്റ് നടക്കുന്ന, ആന്തരികമായ സംഘർഷമുണ്ടാകുന്ന ഒരു കൃതി ആദ്യമായിട്ടായിരിക്കും. ഇവിടെയാണ് വ്യക്തി എന്ന ഒരു സങ്കല്പം വളരെ പ്രധാനമായിട്ട് മാറുന്നത്. ഇപ്പോൾ നളചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ സോളിലോക്വീസ് എന്ന് പറയുക, ആത്മഭാഷണം. ആത്മഭാഷണം രണ്ട് തരത്തിലാവാം. ഒന്ന്, ആത്മത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ആത്മഭാഷണമാണ്. ഞാനിങ്ങനെ ഇപ്പോൾ എന്താണ് രാവണൻ്റെ ഉത്ഭവത്തിൽ രാവണൻ ആത്മഭാഷണമാണ് നടത്തുന്നത്. എനിക്ക് സുഖം ഭവിച്ചു, എന്തുകൊണ്ട്? കാരണം എനിക്ക് വരങ്ങൾ ലഭിച്ചു. അതെങ്ങനെ വരങ്ങൾ ലഭിച്ചു? അത് ബലവീര്യത്താൽ നേടിയെടുത്തതാണ്. തരൂ തരൂ എന്ന് പറഞ്ഞുകൊണ്ട് യാചിച്ച് മേടിച്ചതല്ല. ആത്മഭാഷണമാണ്. അത് അവനവനെക്കുറിച്ച് പറയുന്നതാണ്. അവനവൻ്റെ ദുഃഖത്തെക്കുറിച്ചോ അവനവൻ്റെ വികാരത്തെക്കുറിച്ചോ അനുഭവത്തെക്കുറിച്ചോ പറയാവുന്നതാണ്. പക്ഷെ മറ്റൊരു ആത്മഭാഷണമുണ്ട്. അത് ആത്മത്തോടുള്ള ഭാഷണമാണ്. അവനവനെക്കുറിച്ച് പറയുകയും അവനവനോട് പറയുകയും അവനുമായുള്ള സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. ഈ അവനവനുമായുള്ള സംഭാഷണത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്ന നിമിഷത്തിൽ ഉണ്ടാകുന്നത് ഞാൻ എന്ന് പറയുന്നത് ഒറ്റയല്ല എന്ന ബോധമാണ്. എന്നിൽ പലരും ഉൾക്കൊള്ളുന്നു. ഞാൻ എന്ന് പറയുന്നത് ബഹുത്വമാർന്ന, പലതായ, പലമയാർന്ന ഒരസ്തിത്വമാണ് എന്നും അവിടെയാണ് യഥാർത്ഥത്തിൽ അസ്തിത്വ ചിന്ത എന്ന് പറയുന്നതിൻ്റെ സാധ്യത തന്നെ തുടങ്ങുന്നത്. ഞാൻ ആരാണ്? എന്താണ് ഞാൻ? ഈ ഞാനാണോ ഞാൻ? ആ ഞാനാണോ ഞാൻ? ഞാൻ ചെയ്യേണ്ടുന്നത് എന്താണ്? ഇപ്പോൾ ഹാംലെറ്റ് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ടു ബി ഓർ നോട്ട് ടു ബി എന്നാണ്. ടു ലിവ് ഓർ നോട്ട് ടു ലീവ് അല്ല, ജീവിക്കണോ വേണ്ടയോ എന്നല്ല ചോദ്യം. ടു ബി ഓർ നോട്ട് ടു ബി, ഉണ്ടായിരിക്കണോ ഇല്ലാതിരിക്കണോ? അത്തരം അടിസ്ഥാനമായ ചോദ്യമാണ് നളചരിതത്തിൽ വരുന്നത്. ഇതിന് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതുകൊണ്ട് തന്നെയാണ് നളചരിതം പലപ്പോഴും കഥകളി അരങ്ങിനൊരു വെല്ലുവിളിയായിട്ട് മാറുകയും ചെയ്യുന്നത്. കാരണം കഥകളിയുടെ ഭാഷ എന്ന് പറയുന്നത് ബാഹ്യമായ ഭാഷയാണ്. പുറമേ നിൽക്കുന്ന കാര്യങ്ങൾ വിവരിക്കുകയും സൂചിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഭാഷ, മുദ്രകളിലൂടെ വസ്തുക്കളെയും സംഗതികളെയും പ്രതിഭാസങ്ങളെയും സൂചിപ്പിക്കുന്ന ഒരു ഭാഷയ്ക്കപ്പുറം പോകുന്ന ഒരു ആന്തരിക യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കാവുന്ന ഒരു ഭാഷ കഥകളിക്ക് കയ്യാളാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പലപ്പോഴും ഈ യഥാർത്ഥത്തിലുള്ള കഥകളി ഭാഷയെ അടികൂടി ചെയ്യലാണ് ഉണ്ടായിട്ടുണ്ടാവുക. അല്ലെങ്കിൽ അതിനെ കവച്ചു വെച്ചോ അതിനെ എന്താ പറയുക നെഗോഷിയേറ്റ് ചെയ്ത് അതിനെ സൈഡ് സ്റ്റെപ്പ് ചെയ്തിട്ടോ ആണ് ചെയ്തിട്ടുണ്ടാവുക. കൃഷ്ണനായരുടെയും ഗോപിയാശാൻ്റെയും ഉദാഹരണം നോക്കിയാൽ മതി. കൂടിയാട്ടത്തിൽ പക്ഷേ അങ്ങനെ അല്ലാത്തൊരു ആന്തരിക ഭാഷണത്തിൻ്റെ സാധ്യത കൂടിയാട്ടത്തിൽ നിൽക്കുന്നുണ്ട്. അത് വേണ്ട പോലെ ഉപയോഗിച്ചിട്ടില്ല നിർവഹണത്തിൽ എന്നുള്ളത് വേറൊരു കാര്യം. അത് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. പക്ഷേ ഈ ഒരു ആന്തരിക ഭാഷണം, ആത്മത്തോടുള്ള ഭാഷണം എന്ന് പറയുന്നത് ഏതോ തരത്തിൽ കൂടിയാട്ടത്തിൻ്റെ ആഖ്യാന പ്രയോഗത്തിലെ അടിസ്ഥാനപരമായൊരു സാധ്യതയായിട്ട് നിൽക്കുന്നുണ്ട്. കഥകളിയിൽ ഇപ്പോഴും ആ അർത്ഥത്തിൽ അത് വികസിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് മറ്റേ യഥാർത്ഥത്തിലുള്ള കഥകളി ഭാഷയുടെ അപ്പുറത്തുള്ളൊരു പ്രയോഗമായിട്ട് അത് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ വാക്കൊക്കെ വളരെ അൺഫോർച്ചുനേറ്റാണ്, അപ്പുറത്തുള്ളൊരു പ്രയോഗം എന്നൊക്കെ പറയുമ്പോൾ. പക്ഷേ മനസ്സിലാവുമെന്ന് നിങ്ങൾക്ക് വിചാരിക്കുന്നു. അപ്പോൾ ഗോപിയാശാൻ എങ്ങനെയാണ് ആത്മസംഘർഷം അഭിനയിക്കുന്നത്? ഒരു 40 കൊല്ലങ്ങൾക്ക് മുൻപ് ഗോപിയാശാൻ ഈ ആത്മസംഘർഷം അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ പന്തി കാട്ടണേ
ഒരു വശത്തേക്ക് തിരിഞ്ഞിങ്ങനെ നിന്നിട്ട് മുകളിലേക്ക് തലയെ ഉയർത്തി പിടിച്ചിട്ട് എന്തായി കാട്ടണേ എന്ന് അന്നുള്ള ആസ്വാദകർ ചോദിക്കുമായിരുന്നു. അന്നത്തെ ഭാഷയിൽ അതില്ല. ഇന്നത്തെ ഭാഷയിൽ ഗോപിയാശാൻ അത് ചെയ്യുമ്പോൾ, അത് നമുക്ക് സംവദിക്കുമ്പോൾ കഥകളിയുടെ ഭാഷയ്ക്ക് മറ്റൊരു ലെയർ, മറ്റൊരടര് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 ഘടകങ്ങൾ നോക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ അനവധി കൃതികളിൽ ഈ വിയോഗത്തിൻ്റെയും വീഴ്ചയുടെയും ഒക്കെ സാധ്യതകൾ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഈ 3 പ്രമേയങ്ങളെന്നോ വിഷയങ്ങളെന്നോ ആശയധാരകൾ എന്നോ പറയുന്നതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നളചരിതത്തെ നമ്മൾ കാണുകയാണെങ്കിൽ, ഇതിന് താരതമ്യപ്പെടുത്താവുന്ന 1-2 കൃതികളാണ് എൻ്റെ വളരെ പരിമിതമായ പരിചയം വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. ഒന്ന് ഷേക്സ്പിയറിൻ്റെ കിങ് ലിയറാണ്, ലിയർ രാജാവാണ്. അതിലും അതേ അധികാരസ്ഥാനത്തിരുന്നു കൊണ്ട് ഒരു വിഡ്ഢിത്തം ഒപ്പിക്കുന്നതോടെ സ്വന്തം രാജ്യം 3 പെൺകുട്ടികൾക്കുമായി മുറിച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയും ഓരോരുത്തർക്കും അദ്ദേഹത്തോടുള്ള സ്നേഹം എത്രയെന്ന് അവരോട് പറയാൻ ആവശ്യപ്പെടുകയും പൂർണ്ണമായി മുഖത്ത് നോക്കി അസത്യം പറയുന്ന 2 കുട്ടികളെ വിശ്വസിക്കുകയും എന്നാൽ സത്യം പറഞ്ഞവളെ വിശ്വസിക്കാതിരിക്കുകയും അവളെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ഈ അസത്യം പറഞ്ഞ 2 പേർക്കും രാജ്യം 2ആയി വിഭജിച്ച് കൊടുക്കുകയും രാജാവ് എന്ന് നാമമാത്രമായിട്ടിരിക്കുകയും അധികാരം മുഴുവനും അവർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്ത കിങ് ലിയർ പിന്നീട് പടിയായിട്ട് മക്കളുടെ, ഇവിടെ പുഷ്കരനാണെങ്കിൽ അവിടെ മക്കളാണ്, മക്കൾ പടിപടിയായി ഇദ്ദേഹത്തിൻ്റെ അധികാരവും പണവും സ്വാധീനവും, എന്തിന് ഒടുവിൽ ഇദ്ദേഹത്തിൻ്റെ മനസ്സും, സാനിറ്റി എന്ന് പറയുന്നത് സ്വസ്ഥ മനസ്സ് എന്നതും കവർന്നെടുക്കുന്ന ഒരു അവസ്ഥ. ഇതിലും അതേ അനുരാഗം വരുന്നില്ല അതിൽ. പക്ഷേ ഈ 2 ചോദ്യങ്ങൾ, എന്താണ് സത്യം, എന്താണ് അസത്യം എന്ന ചോദ്യം, എന്നെ സ്നേഹിക്കുന്നു, ലോകത്തിൽ എന്തിനേക്കാൾ കൂടുതൽ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ ഗോണലും റീഗനും ആണോ സത്യം? അതോ അച്ഛനെ ഞാൻ സ്നേഹിക്കുന്നു, എത്രത്തോളം, ഇത്രമാത്രം, ഒരു പുത്രിക്ക് അച്ഛനെ എത്ര സ്നേഹിക്കുവാൻ കഴിയുന്നുവോ അത്ര മാത്രമേ ഞാൻ സ്നേഹിക്കുന്നുള്ളൂ. കാരണം ഇനി എനിക്കൊരു ഭർത്താവുണ്ടാവും, ഭർത്താവിനെ ഞാൻ സ്നേഹിക്കേണ്ടതുണ്ട്. ഇനി എനിക്കൊരു പുത്രനുണ്ടാവും, പുത്രിയെ പറയുന്നില്ല, പുത്രനുണ്ടാവും, അന്ന് പുത്രനെയും സ്നേഹിക്കേണ്ടതുണ്ട്. ഇത് പരിഗണിച്ചുകൊണ്ട് ഒരു പിതാവിനെ പുത്രിക്ക് എത്ര സ്നേഹിക്കാമോ അത്രയേ ഞാൻ സ്നേഹിക്കുന്നുള്ളൂ. കൊർഡീലിയ ഒരു ഭയങ്കര കഥാപാത്രമാണ്. മനുവിൻ്റെ പാശ്ചാത്യ രൂപമാണ് കൊർഡീലിയ. പിതാ രക്ഷതി കൗമാരെ ഭർത്തോ രക്ഷതി യൗവനെ പുത്രോ രക്ഷതി വാർദ്ധക്യെ എന്ന് പറഞ്ഞ പോലെ കൊർഡീലിയ, അതുകൊണ്ടാണ് പിന്നീട് എഡ്വേർഡ് ബോണ്ട് എന്നുള്ള നാടകകൃത്ത് കൊർഡീലിയെ ഏറ്റവും വലിയ പിതൃാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ രൂപകമായിട്ട് കാണുന്നത്. കൊർഡീലിയ ഇസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ഫിഗർ ഇൻ കിങ് ലിയർ എന്ന് പറയുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ ഇതിൻ്റെ ഒരു രീതി? പക്ഷേ ആ ഒരു ഘട്ടത്തിൽ ഷേക്സ്പിയർ എഴുതുന്ന കാലത്ത് കൊർഡീലിയ പറയുന്നത് സത്യമാണ് എന്നിരിക്കെ ആ സത്യത്തെ മനസ്സിലാക്കാൻ തയ്യാറാവാതിരിക്കുകയും അത് അസത്യമാണ് എന്ന് ധരിക്കുകയും അത് ചതിയാണ് എന്ന് ധരിക്കുകയും യഥാർത്ഥത്തിൽ വഞ്ചകരായിട്ടുള്ള മറ്റു പുത്രിമാരെ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ലിയറിൻ്റെ അവസ്ഥ. സ്വബുദ്ധി നഷ്ടപ്പെട്ട് ഭ്രാന്തായി നിൽക്കുന്ന ഒരു പതനത്തിലേക്ക് അദ്ദേഹം പോകുന്നു. ആ വീഴ്ച എന്നത് കേവലം അധികാരത്തിൽ നിന്നുള്ള വീഴ്ച മാത്രമല്ല, അല്ലെങ്കിൽ രാജ്യഭാരത്തിൽ നിന്നുള്ള വീഴ്ച മാത്രമല്ല, സമ്പത്തിൽ നിന്നുള്ള വീഴ്ച മാത്രമല്ല, ഒരു മനുഷ്യൻ എന്ന നിലയ്ക്കുള്ള എല്ലാ വിശ്വാസങ്ങളും നഷ്ടപ്പെടുന്ന ഒരു വലിയ പതനം അവിടെ നടക്കുന്നുണ്ട്. ആ പതനത്തിൻ്റെ ഏറ്റവും താഴ്ന്ന ഘട്ടത്തിൽ ചുറ്റും കൊടുങ്കാറ്റ് വീശിയടിക്കുന്ന സമയത്ത് തുറന്ന ഒരു പ്രദേശത്ത് നഗ്നനായി നിന്നുകൊണ്ട് ലിയർ രാജാവ് പുലമ്പുന്നുണ്ട്. ആദ്യം അദ്ദേഹം അവനവനെക്കുറിച്ചല്ല ആലോചിക്കുന്നത്,
ഇത്രയും കാലം അധികാരത്തിലിരുന്ന് ഈ സമ്പത്തും സമൃദ്ധിയും മുഴുവനും അനുഭവിച്ച ഞാൻ ഈ ഒരു യാഥാർത്ഥ്യത്തെ കണ്ടില്ലല്ലോ. ഈ ഒരു സമയത്ത് ആരുമില്ലാത്ത, കൂരയില്ലാത്ത, വസ്ത്രമില്ലാത്ത പാവപ്പെട്ടവർ എങ്ങനെയായിരിക്കും ജീവിക്കുന്നുണ്ടാവുക? പോംബ് ഡിസ്ട്രിബ്യൂട്ട് ദൈ സൂപ്പർഫ്ലുവിറ്റി എന്നാണ് പറയുന്നത്. സമ്പന്നത, അതിൻ്റെ പൊലിമ, സ്വന്തം സർപ്ലസ് ആയിട്ടുള്ളത്, അധികമായത് വീതിച്ചു കൊടുക്കൂ. അദ്ദേഹം വീതിച്ചു കൊടുത്തു കഴിഞ്ഞ് അത് ആ രീതിയിലല്ല വീതിക്കേണ്ടത് അർഹതപ്പെട്ടവർക്കാണ് എന്ന് പറയുന്നതാണ് അവിടെ മനസ്സിലാക്കുന്നത്. പക്ഷെ അവിടെ നിന്ന് അദ്ദേഹം എന്താണ് മനുഷ്യൻ എന്ന് ചോദിക്കുന്നുണ്ട്. ആ നിൽക്കുമ്പോൾ അദ്ദേഹം പറയാ, മാൻ ഇസ് ജസ്റ്റ് എ ബെയർ ഫോക്ഡ് ആനിമൽ. ഇരുകാലിയായ ഒരു മൃഗം മാത്രമാണ് മനുഷ്യൻ. എ ബെയർ എന്ന് പറഞ്ഞാൽ നഗ്നനായ, നഗ്നത മാത്രമല്ല അവിടെ, അശക്തനായ, അബലനായ, കെൽപ്പില്ലാത്ത, കേവലം നിരാലംബനായ, നിരാശ്രയനായ ഒരു ഇരുകാലി മൃഗമാണ് മനുഷ്യൻ. ഈ രണ്ട് കാല് നിൽക്കുന്നു. ഈ ഒരവസ്ഥ നളചരിതത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. രാജ്യം പോയി, സമ്പത്ത് പോയി, കൊട്ടാരം പോയി, അവസാനം വനത്തിൽ പോയി, സ്വന്തം വസ്ത്രം നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് പത്നിയുടെ വസ്ത്രത്തിൻ്റെ പാതി കീറിയെടുത്ത് അവളെ ഉപേക്ഷിച്ച് പോണ സമയത്ത് ആണ് ഉണ്ണായി വാര്യർ പറയുന്നത്, ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് എന്നാലും പറയാതെ നിവൃത്തിയില്ല, ഉണ്ണായി വാര്യർ പറയുന്നത്, നിന്നു നളൻ ദീനനായി. അതുവരെ ചക്രവർത്തിയായ, രാജാവായ, നിഷധേശ്വരനായ എന്നുള്ള വിശേഷണങ്ങൾ കൊണ്ട് വിവരിക്കപ്പെട്ടിട്ടുള്ള നളൻ അവിടെ വെറും നളനായി. എല്ലാ വിശേഷണങ്ങളും നഷ്ടപ്പെട്ട, എല്ലാ ആടകളും എല്ലാ ആഭരണങ്ങളും യഥാർത്ഥത്തിലും അല്ലാതെയുമുള്ള ഭാഷയിലുള്ള ആഭരണങ്ങൾ പോലും നഷ്ടപ്പെട്ട വെറും നളനാവുന്നു. ആ നളൻ എന്നതിന് നമുക്ക് മറ്റൊരു വാക്ക് അവിടെ ഉപയോഗിക്കാം. നരൻ ആണത്. പ്യുവർ ഹ്യൂമൻ. എല്ലാ അധികപ്പറ്റുകളും, എല്ലാ എന്താ പറയുക, കേറ്റിറക്കങ്ങളും ഒക്കെ പോയി, എല്ലാം നഷ്ടപ്പെട്ട് പരിപൂർണ നഗ്നനായി, ജനിച്ച പാടെ എങ്ങനെയാണോ ഒന്നുമില്ലാത്ത ഒരുവനായി, അടിസ്ഥാന നരനായി നിൽക്കുന്ന ഒരവസ്ഥ. ഇവിടെയാണ് മലയാളത്തിൽ കിങ് ലിയറാണ് നളചരിതം എന്ന് ഞാൻ പറയാം. ഒരു പടി കൂടി കടന്ന് ഇംഗ്ലീഷിലെ നളചരിതമാണ് കിങ് ലിയർ എന്നും പറയാവുന്നതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്നത്, ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ, എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥം? ഈ ജീവിതം കൊണ്ട് എന്താണ് നാം ഉദ്ദേശിക്കുന്നത്? നേട്ടം കോട്ടം എന്നുള്ളതല്ല. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലൈഫ്? ജീവിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? അല്ലെങ്കിൽ കുറേയും കൂടി പ്രാഥമികമായി ജീവൻ്റെ അർത്ഥം എന്താണ്? ഈ ചോദ്യം പല രീതിയിൽ ഉടനീളം ചോദിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ ഒരു ആത്മഭാഷണത്തിൽ സ്വൈരവചനം സുഹൃതരചനം എന്ന് പറഞ്ഞതിന് തൊട്ട് മുമ്പുള്ള ആത്മഭാഷണത്തിൽ അവളത് ചെയ്യില്ലേ? നിന്ദ്യകർമ്മം എന്താണ്? തീർത്തു ചൊല്ലാം നിന്ദ്യകർമ്മം താർത്തേൻ മൊഴി ചെയ്യുകയില്ല. ഉറപ്പിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ്? താർത്തേൻ മൊഴി ചെയ്തേക്കാം എന്നുള്ള സംശയമുള്ളതുകൊണ്ടാണ്. അതിനെക്കുറിച്ച് യാതൊരു സംശയമില്ലെങ്കിൽ തീർത്തു ചൊല്ലാം നിന്ദ്യകർമ്മം താർത്തേൻ മൊഴി ചെയ്യുകയില്ല എന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ല. ഇത്തരത്തിലുള്ളൊരു സംശയത്തിൻ്റെ, നിതാന്ത സന്ദേഹത്തിൻ്റെ, അത് കേവലം ദമയന്തിയുള്ള സംശയം എന്ന നിലയ്ക്ക് മാത്രം അതിനെ ചുരുക്കി കാണുകയാണെങ്കിൽ വലിയ അപകടമായിരിക്കും.
മറിച്ച് മനുഷ്യൻ എന്ന ഒരവസ്ഥയിൽ വിശ്വാസ്യത, ധാർമ്മികത, ശരിയായത് ചെയ്യുക എന്നതിന് കെൽപ്പുള്ള ഒരുവനാണോ ഒരുവളാണോ മനുഷ്യൻ എന്ന അടിസ്ഥാന ചോദ്യം അവിടെ വരുന്നുണ്ട്. ഇത് തന്നെയാണ് 4-ാം ദിവസത്തിലെത്തുമ്പോൾ എല്ലാ തെറ്റും അവനവൻ്റേതായിട്ടും അതിനെ മറച്ചു വയ്ക്കാനായിട്ട് കോപാക്രാന്തനായിട്ട് ആനന്ദതുന്തിലനായി വന്നിതാശു ഞാൻ അവിടെ മറച്ചിട്ടാണ് പറയണത്. ഐറോണിക്കാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ എന്താണ് ഞാൻ, എന്താണ് മനുഷ്യൻ എന്നീ ഒരു ചോദ്യം പല രീതികളിലൂടെ നളചരിത്രത്തിൽ ഉടനീളം വരുന്നുണ്ട്. അത് യാഥാർത്ഥ്യം മനസ്സിലാക്കുക, ജ്ഞാനമുള്ളവൻ, അറിയാൻ കഴിവുള്ളവൻ, അനുഭവത്തെ വേദ്യമായവൻ എന്ന രീതിയിലൊക്കെ മറ്റ് മൃഗങ്ങളിൽ നിന്നും മറ്റ് ചരാചരങ്ങളിൽ നിന്നും വ്യത്യസ്തനായ ഒരുവനാണ് മനുഷ്യൻ എന്നുണ്ടെങ്കിൽ അതിന് കെൽപ്പുള്ളവനാണോ മനുഷ്യൻ എന്ന ഒരു ചോദ്യം ഈശ്വരനാവാൻ വെമ്പുന്ന ഒരുവനാണ് ആധുനിക മനുഷ്യൻ. ഈശ്വരൻ എന്ത് ചെയ്തുവോ ആ ചെയ്യുന്നത് എനിക്ക് ചെയ്യാൻ കഴിയും എന്ന് വീണ്ടും വീണ്ടും ആണയിട്ട് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നവനാണ് ആധുനിക മനുഷ്യൻ. അതുകൊണ്ടാണ് നോവലിനെ കുറിച്ച് ലൂക്കാച്ച് ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, നോവൽ എന്ന് പറയുന്നത് ട്രാൻസെൻഡൻ്റൽ ഹോംലെസ്നെസ് ഓഫ് മാൻ, അതിനെക്കുറിച്ചാണ് നോവൽ എന്ന് പറയുന്നുണ്ട്. നിതാന്തമായ ഗൃഹാതുരതയുടെ, വീട് നഷ്ടപ്പെട്ടതിൻ്റെ, ആവാസം നഷ്ടപ്പെട്ടതിൻ്റെ, വീടല്ല അത്, ഹോം എന്ന് പറഞ്ഞാൽ കേവലൊരു വീടല്ല, ഗൃഹം നഷ്ടപ്പെട്ടതിൻ്റെ അവസ്ഥയാണ് ഇതിൽ കാണുന്നത് നോവലുകളിൽ, പ്രത്യേകിച്ച് തോമസ് മാൻ്റെയൊക്കെ നോവലിൽ. ഈ ഗൃഹം നഷ്ടപ്പെടുക, ഞാൻ വേർ ഡു ഐ ബിലോങ്, ഞാൻ എവിടെയാണ്, എൻ്റെ ബന്ധം എവിടെയാണ്, എൻ്റെ വേരുകൾ എവിടെയാണ്, ഞാൻ എവിടെയാണ് നിൽക്കേണ്ടത്, ഞാൻ ഈശ്വരൻ്റെ ഭാഗമാണോ, ഈശ്വരന്മാരുടെ ഭാഗമാണോ, മൃഗങ്ങളുടെ ഭാഗമാണോ, മനുഷ്യൻ എന്നൊരു പദം, എന്നൊരു സങ്കല്പം എന്താണ്? ഈ ഒരു ചോദ്യം ഒരുപക്ഷെ ഹാംലെറ്റിലും കിങ് ലിയറിലും പിന്നീട് അത്ഭുതകരമാം വണ്ണം അബ്സേർഡ് നാടകങ്ങളിൽ, എക്സിസ്റ്റൻഷ്യൽ നാടകങ്ങളിൽ, ബെക്കറ്റിൻ്റെയും മറ്റ് നാടകങ്ങളിൽ പറയാതെ പറയപ്പെടുന്ന, ചോദിക്കാതെ ചോദിക്കപ്പെടുന്ന ഈ ചോദ്യം നളചരിതത്തിൽ ചോദിച്ചും ചോദിക്കാതെയും ചോദിക്കപ്പെടുന്നുണ്ട് ഉടനീളം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ പരിമിതമായ ഒരു പരിചയം വെച്ച് ഒരുപക്ഷെ നളചരിതം മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച്, ഏറ്റവും അടിസ്ഥാനപരമായ അവസ്ഥയെക്കുറിച്ച്, മനുഷ്യാവസ്ഥ എന്ത് എന്ന് പറയുന്ന ഏറ്റവും അടിസ്ഥാനമായ ചോദ്യം ഉന്നയിക്കുന്ന ലോക ക്ലാസിക്കൽ കൃതികളുടെ ഒപ്പമാണ് ഇതിനെയും വെക്കേണ്ടി വരിക. അതിലൊരു പക്ഷേ നമുക്ക് ഇഡിപ്പസ് എന്ന് പറയുന്നൊരു നാടകം, എന്താണ് മനുഷ്യൻ എന്ന് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഹെക്യൂബ പോലെയുള്ളൊരു നാടകത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞ് ട്രോജൻ രാജ്ഞിയായിരുന്ന ഹെക്യൂബ സ്വന്തം പേരക്കുട്ടിയെ പോലും, അസ്തെനാക്സ് എന്ന് പറയുന്ന പേരക്കുട്ടിയെ പോലും ഗ്രീക്കുകാർ ഈ ട്രോജൻ റാംപാർട്സിൽ നിന്നും, കോട്ടമതിലുകളിൽ നിന്നും ഒരു തരി പോലും ബാക്കി ഉണ്ടാവരുത് ആ വംശത്തിൽ എന്ന് പറഞ്ഞ് മുകളിൽ നിന്ന് താഴേക്ക് എറിഞ്ഞ് തലയുടച്ച് കൊല്ലുന്ന ആ ദൃശ്യം സ്വയം കണ്ടു കഴിഞ്ഞിട്ട്, അത് ഹെലൻ്റെ മകളല്ല, പ്രൈമിൻ്റെ ജ്യേഷ്ഠനായ പാരിസിൻ്റെ മകനെയാണ് ആ രീതിയിൽ കൊള്ളുന്നത്. ആ ദൃശ്യം കൂടി കാണുന്നതോടുകൂടി ഹെക്യൂബ ടേൺസ് ഇൻ ടു എ മാഡ് ഡോഗ് എന്നാണ് പറയുന്നത്. പേ പിടിച്ചൊരു പട്ടിയായിട്ട് മാറുകയാണ്. പിന്നെ ഹെക്യൂബയ്ക്ക് ആകെപ്പാടെ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, പ്രതികാരം. എന്നിട്ട് അവളെ ചതിച്ച, ട്രോജൻ വംശജരെ ചതിച്ച രാജാക്കന്മാരെ വലിയൊരു വിരുന്നിന് വിളിക്കുകയും ആ വിരുന്നിന് ഏറ്റവും സ്വാദിഷ്ടമായ മാംസഭക്ഷണം കൊടുക്കുകയും ആ മാംസഭക്ഷണം രുചിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ അറിയിക്കുകയും ചെയ്തതാണ്, ഈ മാംസം നിങ്ങളുടെ പുത്രന്മാരുടെ മാംസമാണ് എന്ന്. എത്ര വരെ താഴാം മനുഷ്യനല്ലാതെയാവുന്ന അവസ്ഥ, മനുഷ്യൻ്റെ വിപരീത പദം ആയിട്ട് മാറുന്നൊരവസ്ഥ.
മനുഷ്യത്വം എന്ന് പറയുന്നത് സാധ്യമല്ലാതെയാവുന്ന ഒരവസ്ഥ. നളൻ അതിലൂടെ കടന്നു പോകുന്നുണ്ട്. നളൻ പ്രതികാര ബുദ്ധിയോടെ പോകുന്നില്ലായിരിക്കാം, പക്ഷേ ഏറ്റവും മനുഷ്യാവസ്ഥയുടെ ഏറ്റവും താഴെ തട്ടിൽ, എല്ലാം നഷ്ടപ്പെട്ട് ഏറ്റവും താഴെ തട്ടിൽ മനുഷ്യൻ എന്നതെന്ത്, ഞാൻ മനുഷ്യനാണോ എന്ന് വരെ ചോദിക്കുന്ന ഒരവസ്ഥയിലെത്തുന്ന നളൻ ഈയൊരു സ്വത്വത്തിൻ്റെ, ആത്മത്തിൻ്റെ, അസ്തിത്വത്തിൻ്റെ ചോദ്യങ്ങൾ യഥാർത്ഥത്തിൽ ചോദിച്ച മലയാളത്തിലെ ആദ്യത്തെ കൃതിയായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഇത് അത്തരം ചോദ്യങ്ങൾ ഉന്നയിച്ച ലോകത്തിലെ ഏറ്റവും പ്രമുഖമായ, ഇന്നും നമ്മളെ വെകിളി പിടിപ്പിക്കുന്ന വാക്കുപയോഗിട്ടെ വ്യാകുലപ്പെടുത്തുന്ന ഏറ്റവും ഉത്തമ കൃതികളുടെ നിരയിൽ തന്നെയാണ് ഇതിനെയും സ്ഥാനപ്പെടുത്തേണ്ടി വരിക. നന്ദി. സുവർണത്തിൻ്റെ ഭാഗമായി നടത്തുന്ന ഈ നളകഥാഖ്യാനങ്ങളുടെ ഈ അനുസന്ധാനത്തിൻ്റെ ഈ ഒരു പ്രഭാഷണ പരമ്പരയിൽ തുടക്കം കുറിച്ചുകൊണ്ട് ഡോക്ടർ എം വി നാരായണ മാഷ് ഈ പ്രൗഢോജ്വലമായ പ്രഭാഷണത്തെ അനുബന്ധമായി 2 വാക്ക് പറയുന്നതിനായിട്ട് വേണുമാഷെ വിളിക്കണം. എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ എം വി നാരായണൻ സാറിൻ്റെ ഇന്നത്തെ ഈ പ്രഭാഷണം എത്രയോ പുസ്തകങ്ങൾ വായിച്ചാൽ നമുക്ക് ലഭിക്കാവുന്ന അത്രയും അറിവ് നൽകി എന്നുള്ളത് വാസ്തവമാണ്. ഒരുപക്ഷെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ലെവലിലേക്ക് ഉയർന്നില്ല എന്നൊരു ദോഷം മാത്രമേ ഉള്ളൂ. കാരണം എത്ര പുസ്തകങ്ങളിലൂടെ കടന്നുപോയി എന്ന് ചോദിച്ചാൽ രാമായണം, മഹാഭാരതം, ഇലിയഡ്, കിങ് ലിയർ തുടങ്ങിയ വിശ്വഗ്രന്ഥങ്ങൾ, അതിലെ ഏതുപോലെയാണോ അത്രത്തോളം ഉയർച്ചയുള്ള കഥാപാത്രങ്ങളാണ് നളചരിതത്തിലുള്ളത് എന്നും അതുവഴി ഉണ്ണായി വാര്യർ ഒരു വിശ്വകവിയാണെന്ന് അദ്ദേഹം അടിവരയിടുകയാണ് ഈ പ്രഭാഷണത്തിലൂടെ ചെയ്തത്. ഒപ്പം തന്നെ അദ്ദേഹം പരിമിതമായ അറിവ് എന്ന് പലപ്പോഴും ഉപയോഗിച്ചു. എനിക്ക് ആദ്യത്തെ പ്രയോഗം തന്നെ ഇഷ്ടപ്പെട്ടു. ദുഷ്ടനായ കാളിദാസൻ, ആ ഒരൊറ്റ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് കാളിദാസൻ എത്രത്തോളം ഉയർച്ചയിലാണ് ശാകുന്തളം എഴുതിയെന്ന് മനസ്സിലാക്കാൻ സാധിപ്പിച്ച് തരുന്നുണ്ട്. പിന്നെ പരിമിതമായ അറിവ് ആകാശത്തോളം ഉയരത്തിലും സമുദ്രത്തിൻ്റെ അടിത്തട്ടിലുള്ള ആ ഗാധതയിലുമാണ്. അത്രത്തോളം പരിമിതമായ അറിവോടുകൂടി നമുക്ക് നമ്മുടെ ഇരിങ്ങാലക്കുടക്കാരനായ ഉണ്ണായി വാര്യരുടെ നളൻ എന്ന കഥാപാത്രത്തെ, അതുപോലെ ഓരോ വാക്കും സവർണഹംസം, കാണുമ്പോൾ സ്വർണം, അകത്ത് സ്വർണം എന്ന് പറയുമ്പോൾ ഈ എഫോറിസം ഫ്രാൻസിസ് ബേക്കൻ്റെ മാക്സിംസിനെ പോലെ അത് തന്നെ ഒരു ലേഖനമാക്കി മാറ്റാൻ സാധിക്കുന്ന അത്തരം മൊഴിമുത്തുകൾ കൊണ്ട് അലങ്കൃതമായ പ്രൗഢോജ്വലമായ പ്രസംഗം നമുക്ക് പ്രസംഗം എന്നല്ല, നല്ലൊരു ക്ലാസ് 20-25 വർഷം മുമ്പ് യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സിൻ്റെ ക്ലാസ്സിലിരിക്കുമ്പോൾ എത്ര ശ്രദ്ധയുണ്ടായിരുന്നോ അത്രയും ശ്രദ്ധയോടുകൂടി കേൾപ്പിക്കാൻ ശ്രമിച്ച അദ്ദേഹത്തോട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും എൻ്റെ സ്വന്തം പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. കഥകളി ക്ലബിൻ്റെ ഈ സുവർണത്തിൻ്റെ പരമ്പരയോടനുബന്ധിച്ച് നടത്തുന്ന ചടങ്ങുകളിലെല്ലാം ക്ലബിൻ്റെ ഒരു സ്മരണാർത്ഥം ഒരു ബുദ്ധനിടം നൽകുന്നുണ്ട്. സുവർണമുദ്ര അത് നൽകുന്നതിനായിട്ട് ക്ലബിൻ്റെ അഭ്യുതകാംക്ഷിയും നമ്മുടെയൊക്കെ പരിചിതനുമായിട്ടുള്ള ഡോക്ടർ എ വി ഗോപാലൻ സാറിനെ സാദരം ക്ഷണിക്കുന്നു.